സഹോദരങ്ങളെ, ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷ, ഇതിലെ ഒരു 4 വചനങ്ങളിലൂടെ ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ ദൈവജനത്തെ, ഈ വചന ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ കർത്താവ് അനുഗ്രഹിക്കാനായി ആഗ്രഹിക്കുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൽ ഒന്നാമത്തേത് ജെറമിയ പ്രവചനം 31-ാമത്തെ അധ്യായം 9-ാമത്തെ തിരുവചനം. അവിടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നമ്മോട് അരുൾ ചെയ്യുന്നു. കണ്ണുനീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. കണ്ണുനീരോടെയാണ് അവർ വരുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷ വിവിധങ്ങളായ ഇടങ്ങളിൽ ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് 10,000-കണക്കിന് മനുഷ്യർ വലിയ ആഗ്രഹത്തോടുകൂടി ഈ ശുശ്രൂഷയിൽ കണ്ണുനീരോടെ പങ്കെടുക്കുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ വാഗ്ദാനമാണ്, കണ്ണുനീരോടെയാണ് അവർ ഈ ശുശ്രൂഷയിലേക്ക് വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. പ്രിയ സഹോദരങ്ങളെ, ഈ വാഗ്ദാനത്തിൽ വിശ്വസിക്കുന്ന എല്ലാ ദൈവമക്കളും, ഇപ്പോൾ നമ്മൾ വീടുകളിലായിരിക്കും, ഓഫീസിലായിരിക്കും, ഒരുപക്ഷെ ഈ ആദ്യ വെള്ളിയാഴ്ച ദിനത്തിൽ യാത്രയിലായിരിക്കും, നമ്മൾ എവിടെയാണോ ഈ വചനത്തിൻ്റെ അഭിഷേകം എൻ്റെ കുടുംബത്തിൽ നിറയണം, എൻ്റെ വ്യക്തി ജീവിതത്തിൽ നിറയണം, ആഗ്രഹത്തോടെ വലതുകരം സാധിക്കുവാണെങ്കിൽ ഉയർത്തിപ്പിടിച്ച് ഒരു 3 ഹല്ലേലൂയ പറയാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സഹോദരങ്ങളെ, തുടർന്ന് 2-ാമത്തെ വചനം. ഈ ദിനത്തിൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കാനായി കർത്താവ് നൽകുന്ന നിർദ്ദേശമാണ് 2-ാമത്തെ തിരുവചനത്തിൽ നാം കാണുന്നത്. അത് സങ്കീർത്തന പുസ്തകം 81-ാമത്തെ അധ്യായം 13-ാമത്തെ തിരുവചനം. അവിടെ വചനം ശരിക്കും ഒരു നിർദ്ദേശം നമുക്ക് നൽകുകയാണ്. എൻ്റെ ജനമേ, എൻ്റെ ജനമേ, എൻ്റെ ജനമേ, എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നുവെങ്കിൽ. സഹോദരങ്ങളെ, സങ്കീർത്തന പുസ്തകം 81:13 അവിടെ വചനം പറയാണ്, എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നുവെങ്കിൽ, ഇസ്രായേൽ എൻ്റെ മാർഗത്തിൽ ചരിച്ചിരുന്നുവെങ്കിൽ. എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നുവെങ്കിൽ, ഇസ്രായേൽ എൻ്റെ മാർഗത്തിൽ ചരിച്ചിരുന്നുവെങ്കിൽ, അതിവേഗം അവരുടെ വൈരികളെ ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു. സഹോദരങ്ങളെ, സങ്കീർത്തന പുസ്തകം 81:13 എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നുവെങ്കിൽ, ഇസ്രായേൽ എൻ്റെ മാർഗത്തിൽ ചരിച്ചിരുന്നുവെങ്കിൽ, അതിവേഗം ഞാൻ അവരുടെ വൈരികളെ കീഴ്പ്പെടുത്തുമായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ ശുശ്രൂഷയിൽ നമ്മൾ എങ്ങനെ പങ്കെടുക്കണമെന്നാണ് ദൈവവചനം. ഇത് സഹോദരങ്ങൾ ഒരു TV പ്രോഗ്രാം കാണുന്ന രീതിയിലല്ല ഈ ശുശ്രൂഷയിൽ, ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കേണ്ടത്. എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരിക്കുക, അതായത് ശരിക്കും ഹൃദയം കൊണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഈ സമയം നമ്മുടെ ഹൃദയം കൊണ്ട് കർത്താവിൻ്റെ സ്വരം ശ്രദ്ധിക്കാനായി നാം പരിശ്രമിക്കണമെന്ന് സ്വർഗം നമ്മോട് ആവശ്യപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ സമയം പ്രിയ സഹോദരങ്ങളെ, വലിയ ഉണർവോടുകൂടി, വലിയ ആവേശത്തോടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാനായി ആഗ്രഹിച്ച് ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ശക്തിയോടെ ഒരു 3 ഹല്ലേലൂയ പറയാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 3-ാമത്തെ തിരുവചനം വിലാപങ്ങളുടെ പുസ്തകം 5-ാമത്തെ അധ്യായം 21-ാമത്തെ തിരുവചനം. അവിടെ വചനം പഠിപ്പിക്കുകയാണ്, കർത്താവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിനെ ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ. കർത്താവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിനെ ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ. തുടർന്ന് പ്രിയ സഹോദരങ്ങളെ, വചനം നമ്മോട് പറയുകയാണ്, ഞങ്ങളുടെ ദിനങ്ങളെ പണ്ടത്തേതുപോലെയാക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളെ പണ്ടത്തേതുപോലെയാക്കണമേ. പ്രിയ സഹോദരങ്ങളെ, കൃപാജീവിതം നഷ്ടപ്പെട്ട്, വിശുദ്ധ ജീവിതം നഷ്ടപ്പെട്ട്, രോഗപീഠകളാൽ വേദനിച്ച്, സാമ്പത്തികമായി തകർന്നടിച്ച് നിരാശപ്പെട്ട് കഴിയുന്ന ദൈവമക്കളെ, പ്രിയ ദൈവമക്കളെ, കർത്താവ് പറയുകയാണ്, കർത്താവിൻ്റെ വചനത്തിലൂടെ, കർത്താവെ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിനെ ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളെ പണ്ടത്തേതുപോലെ
പോലെ ആക്കണമേ. പ്രിയ സഹോദരങ്ങളെ, ജോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ ജോബിനെല്ലാം നഷ്ടപ്പെട്ടു. പക്ഷെ അതിൻ്റെ അവസാനം ദൈവത്തോട് ചേർന്ന് നിന്നപ്പോൾ അവിടെ പറയുന്നുണ്ട്, ജോബിനുണ്ടായിരുന്നത് അവിടുന്ന് തിരികെ കൊടുത്തു, അവിടുന്ന് അത് ഇരട്ടിയായി കൊടുത്തു. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധിയുടെ ജീവിതത്തിൽ, കൃപയുടെ ജീവിതത്തിൽ, ഈ ശുശ്രൂഷയിൽ പ്രിയ സഹോദരങ്ങളെ, നിന്റെ ഹൃദയമാകുന്ന ദേവാലയത്തിങ്കിൽ കർത്താവ് തൊട്ട് വിളിക്കുന്നുണ്ട്. നിന്റെ ഹൃദയത്തിൽ കർത്താവ് ഇപ്പോൾ മാടി വിളിക്കുന്നുണ്ട്, മകനെ, നീ എനിക്കായി വാതിൽ തുറക്കണം. സഹോദരങ്ങളെ, നീ അങ്ങനെ വാതിൽ തുറക്കുകയാണ് എങ്കിൽ സഹോദരങ്ങളെ, നഷ്ടമായതെല്ലാം പ്രിയ സഹോദരങ്ങളെ കർത്താവ് തിരികെ തരാനായി കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. അവസാനമായി പ്രിയ സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു വചനം കർത്താവ് തെസ്സലോനിയർക്ക് എഴുതിയ ലേഖനം, തെസ്സലോനിയർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 24-ാം തിരുവചനം. അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുകയാണ്, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് ഈ ലോകത്തിലെ പ്രിയ സഹോദരങ്ങളെ മറ്റു മനുഷ്യരെ എത്രമാത്രം വിശ്വസിക്കാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് ജീവിത പങ്കാളിയായിരിക്കാം, മക്കളായിരിക്കാം, സുഹൃത്തുക്കളായിരിക്കാം. ഒരു പക്ഷേ യുവാക്കന്മാരൊക്കെ ആണെങ്കിൽ അവർ പറയും എൻ്റെ ചങ്കാണ് എന്ന് പറയും. ചങ്കായിരിക്കാം, കരളായിരിക്കാം, ആരുമായിക്കൊള്ളട്ടെ. മനുഷ്യന്മാരിൽ പ്രിയ സഹോദരങ്ങളെ, മനുഷ്യരിൽ ആശ്രയിക്കുന്നവൻ ശക്തൻ എന്നാണ് ദൈവവചനം പറയുന്നത്. എന്നാൽ കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ നമുക്ക് കണ്ണടച്ച് കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് പ്രിയ സഹോദരങ്ങളെ തൻ്റെ വാഗ്ദാനങ്ങളിൽ അവിടുന്ന് വിശ്വസ്തനാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഇനി എങ്ങനെയാണ് ഈ വചന ശുശ്രൂഷയിൽ, തുടർന്നുള്ള ആരാധനയിൽ, പരിശുദ്ധ കുർബാനയിൽ നമ്മൾ എങ്ങനെയാണ് പങ്കെടുക്കേണ്ടത്? നമ്മൾ നോക്കിയേ, നമ്മൾ മ്ലാനവതരരായിട്ടല്ല, അതായത് അയ്യോ എല്ലാം നഷ്ടപ്പെട്ടു എന്നാ ഇതിൽ എന്ന രീതിയിൽ ഒരു അയ്യോ എല്ലാം പോയി എന്നൊരു ഒരു ഒരു വിഷാദ മനോഭാവത്തോടെ അല്ല, ഭഗ്നാശനോടെ ആയിട്ടല്ല പ്രിയ സഹോദരങ്ങളെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കേണ്ടത്. ഈ ശുശ്രൂഷയിൽ പ്രിയ സഹോദരങ്ങളെ നമ്മൾ പങ്കെടുക്കേണ്ടത് വലിയ ഉണർവോടും വലിയ സന്തോഷത്തോടും കൂടിയിട്ടാണ്. അതല്ല വചനം പറയുന്നത്, നിങ്ങൾ എപ്പോഴും സന്തോഷിക്കുവിൻ. ഇത് അച്ഛൻ പറയുന്നതല്ല, ഇത് ഞാൻ പറയുന്ന വചനം. ഇത് പൗലോസ്ലിയ പ്രിയ സഹോദരങ്ങളെ ദൈവാത്മാവിനാൽ പ്രചോദിതനായി വിശുദ്ധ പൗലോസ് പറയുന്നതാണ്. വിശുദ്ധ പൗലോസ് പറയാണ്, നിങ്ങൾ എപ്പോഴും സന്തോഷിക്കുവിൻ. അപ്പോൾ ഒരു പക്ഷേ ഇന്ന് ഈ ശുശ്രൂഷ നിങ്ങൾ ടെലിവിഷനിലും അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ആയിട്ട് വീടുകളിലിരിക്കുമ്പോൾ ഇപ്പം നിങ്ങൾ മനസ്സിൽ പറയണ്ടാവും, അച്ഛാ എങ്ങനെ അച്ഛാ ഞങ്ങൾ സന്തോഷിക്കുക? വീട്ടിൽ അടിക്കടി തകർച്ചകൾ, അനർത്ഥങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ, ഞങ്ങൾ എങ്ങനെ സന്തോഷിക്കും എന്നാണ് അച്ഛൻ പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെയൊക്കെ പ്രശ്നത്തെക്കാൾ വലിയവനാണ് നാം വിശ്വസിക്കുന്ന യേശു ക്രിസ്തു. നമ്മുടെയൊക്കെ പ്രശ്നത്തെക്കാൾ വലിയവനാണ് നാം വിശ്വസിക്കുന്ന യേശു ക്രിസ്തു. ഇപ്പം നമ്മൾ അയ്യോ കഷ്ടം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാവോ സഹോദരങ്ങളെ? നമ്മുടെ ദൈവത്തെക്കാൾ, നമ്മുടെ യേശുവിനേക്കാൾ വലുതാണ് നമ്മുടെ പ്രശ്നം. ചുരുക്കത്തിൽ നമ്മുടെ യേശുവിന് പോലും പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നത്തിലാണ് ഞാൻ അകപ്പെട്ടിരിക്കുന്നത് എന്ന് തോന്നിപ്പോകും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഒരു കാര്യം ഈ സമയത്ത് ഈ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ പല വിധത്തിലുള്ള പ്രതികൂലങ്ങളിലായിരിക്കും ദൈവജനം. പ്രിയ സഹോദരങ്ങളെ, 10,000-കണക്കിന് മനുഷ്യർ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു പക്ഷേ ചില തഴക്കദോഷങ്ങളാൽ പീഡിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ അവിശ്വസ്തത കാണിക്കുന്ന മേഖലകളായിരിക്കാം. വേറൊരു വ്യക്തിയെ സംബന്ധിച്ച് രോഗപീഠകളായിരിക്കാം, കഷ്ടനഷ്ടങ്ങളായിരിക്കാം. ഇങ്ങനെ പ്രിയ സഹോദരങ്ങളെ ഒരു 100,000 പ്രശ്നങ്ങൾ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മളെ ഭാരപ്പെടുത്തുന്നുണ്ടാകും. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, എൻ്റെ പ്രശ്നത്തെക്കാൾ വലിയവനാണ് എൻ്റെ
യേശു. ഒന്ന് ഏറ്റു പറയാവോ? എൻ്റെ പ്രശ്നത്തെക്കാൾ എന്റെ പ്രശ്നത്തെക്കാൾ വലിയവനാണ് വലിയവനാണ് എൻ്റെ യേശു. എന്റെ യേശു. ഇവിടെ കൊയർ അച്ഛനെ സഹായിക്കുന്നുണ്ടെങ്കിലും പ്രിയ സഹോദരങ്ങളെ, ഈ ശുശ്രൂഷ നിങ്ങൾ ടെലിവിഷനിലും യൂട്യൂബിലൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾ ശരിക്കും ഈ സമയം തന്നെ ഹൃദയം കൊണ്ട് പറയണം. അത് പറ്റുവാണെങ്കിൽ സ്വരം ഉയർത്തി പറയണം, എൻ്റെ പ്രശ്നത്തെക്കാൾ വലിയവനാണ് എൻ്റെ യേശു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ സഹോദരങ്ങളെ, എൻ്റെ ഉള്ളിൽ ശരിക്കും ഒരു ആത്മാവിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഒരു ശക്തി എൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്യാണ്. കാരണം അത്രമാത്രം എൻ്റെ കർത്താവ്, എൻ്റെ യേശു അത്രമാത്രം പ്രിയ സഹോദരങ്ങളെ പ്രതികൂലങ്ങളിൽ പെട്ട് കഴിയുന്ന ജീവിതങ്ങളിൽ ഇടപെട്ട അനുഭവങ്ങൾ എൻ്റെ വ്യക്തി ജീവിതത്തിൽ 100 കണക്കിനുണ്ടായിട്ടുണ്ട്. 100 കണക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിപ്പോൾ പ്രിയ സഹോദരങ്ങളെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂർ അതിരൂപതയുടെ ധ്യാനകേന്ദ്രമായിട്ടുള്ള സെൻറ് മേരീസ് ധ്യാനകേന്ദ്രം, അത് പഴുവിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒപ്പം തന്നെ ഒരു കുഞ്ഞ് ഇടവക പള്ളിയുടെ ചാർജ് കൂടിയുണ്ട്. കീഴ്പ്പള്ളിക്കര എന്ന് പറഞ്ഞ സെൻറ് മേരീസ് ദേവാലയം, കീഴ്പ്പള്ളിക്കര ഒരു കുഞ്ഞ് ദേവാലയമാണ്. തൃശ്ശൂർ അതിരൂപതയിലെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് പാരിഷ് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. അങ്ങനെ പ്രിയ സഹോദരങ്ങൾ, അങ്ങനെ 2 ചാർജുകളാണ് എനിക്കുള്ളത്. അങ്ങനെ ഈ ഒരു ധ്യാനകേന്ദ്രത്തിൻ്റെ ഇതിൽ ചെറിയൊരു യൂട്യൂബ് ചാനലിൽ എല്ലാ ദിവസവും ഒരു 3 മിനിറ്റൊക്കെ വെച്ചിട്ടുള്ളൊരു വചന ശുശ്രൂഷ അച്ഛൻ ചെയ്യാറുണ്ട്. ഒരു സഹോദരങ്ങളെ, ഈ ഒരു ശുശ്രൂഷ എങ്ങനെ കണ്ടിട്ടാണ്, ഒരു 3-4 മാസം മുൻപാണ് നമ്മളുടെ എറണാകുളം ഭാഗത്ത് നിന്ന് ഒരു സഹോദരൻ അച്ഛനെ കാണാൻ വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രശ്നം ഇതാണ് സഹോദരങ്ങളെ, അതായത് ഏതാണ്ട് 4 കോടി ബാധ്യതയായിട്ടാണ് അദ്ദേഹം വന്നത്. 4 കോടി രൂപ കടത്തിലാണ്. അതായത് ഇനി എന്താ ചെയ്യേണ്ടത്, അങ്ങനെ ശരിക്കും വേദനിച്ച് പുള്ളി വന്നിരിക്കുകയാണ്. പുള്ളി പറഞ്ഞു, അച്ഛാ എനിക്ക് ഇന്ന ബിസിനസ്സൊക്കെ ആയിരുന്നു, പക്ഷേ ഞാൻ വിചാരിച്ച രീതിയിൽ ആ ബിസിനസ്സൊന്നും വേണ്ട വിധത്തിൽ അത് ക്ലിക്കായില്ല അച്ഛാ. ഇന്ന് എനിക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റില്ല. എടവകപ്പള്ളിയിൽ കുർബാനയ്ക്ക് പോലും പോകാൻ പറ്റില്ല അച്ഛാ, കാരണം നാട്ടുകാർ പിടിക്കുക. ഞാൻ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ ബിസിനസ്സിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സഹോദര, എനിക്ക് ബിസിനസ്സുമായിട്ട് ABCD ബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് എന്നോട് ഇത് പക്ഷെ വേറൊരു കാര്യം എനിക്കറിയാം, സഹോദരന് ഈ പ്രശ്നത്തിൽ കർത്താവിന് ഇടപെടാൻ കഴിയും എന്ന ബോധ്യം അച്ഛനുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പ്രിയ സഹോദരങ്ങളെ, കുറച്ച് നേരമൊക്കെ ഞങ്ങൾ സംസാരിച്ചു. അതിനുശേഷം ഞാൻ പറഞ്ഞു, സഹോദരൻ നന്നായിട്ടൊരു കുമ്പസാരമൊക്കെ നടത്തണം. പറ്റുവാണെങ്കിൽ അത് ഇവിടെ വെച്ചിട്ട് വേണ്ട, നന്നായിട്ട് ഒരുങ്ങി പറ്റുവാണെങ്കിൽ നമ്മുടെ യൂട്യൂബിലും മറ്റുമൊക്കെ നല്ല കൺഫെഷനായിട്ട് ഒരുങ്ങുന്ന ഒരുപാട് ശുശ്രൂഷകളുണ്ടല്ലോ. പറ്റുവാണെങ്കിൽ അത് കണ്ട് നല്ലൊരു കുമ്പസാരം നടത്തണം. അങ്ങനെ ഒരു 33 ദിവസം ഞാനും സഹോദരന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചോളാം. 33 ദിവസം ബലി അർപ്പിച്ച് വചനം വായിച്ച് തീക്ഷ്ണതയോടുകൂടി കർത്താവ്, പ്രിയ സഹോദര, കർത്താവ് സഹോദരൻ്റെ ജീവിതത്തിൽ നിശ്ചയമായും ഇടപെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഞാൻ പറഞ്ഞു, അതിൽ ഒരു പ്രധാന കാര്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സഹോദരൻ, ഈ 4 കോടി ബാധ്യത എനിക്ക് സഹോദരൻ്റെ വിഷമമൊക്കെ മനസ്സിലാവും, പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം സഹോദരൻ, ഈ 4 കോടിയുടെ ബാധ്യതയേക്കാൾ വലിയവനാണ്, അല്ലെങ്കിൽ സഹോദരൻ്റെ കടബാധ്യതയേക്കാൾ വലിയവനാണ് യേശു. ഞാൻ പറഞ്ഞു, സഹോദരൻ്റെ എൻ്റെ കടബാധ്യതയേക്കാൾ വലിയവനാണ് യേശു. ഞാൻ അദ്ദേഹത്തെ എൻ്റെ റൂമിലിരുത്തിയിട്ട് ഞാൻ ഈ സംഭവം ഒരു 3-4 തവണ ഈ കാര്യം ഒന്ന് ആവർത്തിച്ച് പറയിപ്പിച്ചു. അതായത് എൻ്റെ കടബാധ്യതയേക്കാൾ വലിയവനാണ് എൻ്റെ യേശു. ഒരു പക്ഷേ ഇന്ന് ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ സഹോദരങ്ങളെ, ചിലപ്പോൾ നമ്മുടെ രോഗമേഖലയായിരിക്കും, ചിലപ്പോൾ ക്യാൻസർ രോഗമായിരിക്കും. എൻ്റെ ക്യാൻസർ രോഗത്തേക്കാൾ വലിയവനാണ് യേശു. ചിലപ്പോൾ ചില തഴക്കദോഷങ്ങളാൽ ബന്ധിക്കപ്പെട്ട് പല വിധത്തിൽ നമ്മൾ പരിശ്രമിച്ചിട്ട് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. എൻ്റെ ഈ തഴക്കദോഷങ്ങളെക്കാളൊക്കെ വലിയവനാണ് എൻ്റെ യേശു. എൻ്റെ പ്രശ്നത്തേക്കാൾ വലിയവനാണ് എൻ്റെ യേശു. ഇത് പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളുകൊണ്ട് നമ്മൾ നിരന്തരം പറയേണ്ട ഒരു സത്യമാണ്. നമ്മളങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ പ്രിയ സഹോദരങ്ങൾ, നമ്മൾ നിരുത്സാഹപ്പെട്ട് അയ്യോ എല്ലാം നഷ്ടപ്പെട്ടു എന്ന രീതിയിൽ, പ്രിയ സഹോദരങ്ങളെല്ലാം പോയി എന്ന രീതിയിൽ നിരാശയോടുകൂടി കഴിയാനായിട്ട് വിളിക്കപ്പെട്ട ഒരു വിളിയല്ല ഒരു ക്രിസ്തു ശിഷ്യൻ്റേത്. ഞാനെൻ്റെ സഹോദരൻ, ഞാൻ ശക്തമാണ്. ഈ ഒരു ബോധ്യം എനിക്ക് സെമിനാറിൽ പഠിപ്പിച്ചപ്പോൾ എൻ്റെ ആത്മീയ പിതാവായിരുന്നു മൈക്കിൾ കാര്യമാറ്റച്ചൻ. നമ്മുടെ സമ്പൂർണ്ണ ബൈബിളിൻ്റെ എഡിറ്റേഴ്സ് ഇൻ ചീഫ് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ 3ാമത്തെ പേരാണ് മൈക്കിൾ. അവ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്, നമ്മളങ്ങനെ നിരാശപ്പെട്ട് കഴിയേണ്ടവർ, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മുടെ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവില് എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ?
പ്രിയ സഹോദരങ്ങളെ, ഞാനിത് ആവർത്തിച്ച് പറയിപ്പിച്ചു അദ്ദേഹത്തെ കൊണ്ട്. സഹോദരൻ ഇത് പറയണം. അതായത് എൻ്റെ കടബാധ്യതയേക്കാൾ വലിയവനാണ് എൻ്റെ യേശു എന്ന് ഞാൻ പറഞ്ഞു. ഒരു 33 ദിവസം ഞാൻ പറഞ്ഞപ്പോൾ നല്ല കൺഫെഷൻ നടത്തണം. പിന്നെ ഈ ദിവസങ്ങളൊക്കെ പരിശുദ്ധ കുർബാനയിൽ കണ്ണുനീരോടുകൂടി, ഇടവപ്പള്ളിയിൽ ഒരു പക്ഷേ പോകാൻ പറ്റില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ചെല്ലണം, വചനം വായിക്കണം. ശരിക്കും കണ്ണുനീരോടുകൂടി, നല്ല തീക്ഷ്ണതയോടുകൂടി, എരിവോട് കൂടിയിട്ട് വേണം, നിരാശപ്പെട്ടല്ല, എരിവോട് കൂടിയിട്ട് വേണം. സങ്കടമുണ്ട് ഉള്ളിൽ, പക്ഷെ എരിവോട് കൂടി കർത്താവിനോട് സഹോദരൻ പ്രാർത്ഥിക്കണം. സഹോദരൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുക തന്നെ ചെയ്യും. സഹോദരങ്ങളെ, അങ്ങനെ ഇദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് ശരിക്കും മനസ്സറിഞ്ഞ് അങ്ങോട്ട് അനുഗ്രഹിച്ച് ഞാൻ അദ്ദേഹത്തെ പറഞ്ഞയച്ചു. എൻ്റെ സഹോദരങ്ങളെ, 13ാമത്തെ ദിവസം, അതായത് പോയി 13ാമത്തെ ദിവസം ഈ മനുഷ്യൻ, ഞാൻ ഓർക്കാണ്, ഈ മനുഷ്യന് ഫോൺ ചെയ്തിരിക്കുകയാണ്. അച്ഛാ, നമ്മുടെ കർത്താവ് എത്രയോ വലിയവനാണ്. അതായത് ഈ സമയം നിങ്ങൾക്കറിയാം, GST കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം ശരിക്കും ബാധ്യത, കൊറോണയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബാധ്യതയിലാണ്. പ്രിയ സഹോദരങ്ങൾ, അദ്ദേഹം പറയുമായിരുന്നു ഈ 4 കോടിയിലെ കർത്താവ് ഇങ്ങനെ. അദ്ദേഹത്തിന് ഒരു 3 പ്ലോട്ട് എറണാകുളത്തുണ്ടായിരുന്നു. 6 വർഷമായിട്ട് പ്രിയ സഹോദരങ്ങളെ അത് കച്ചവടമാവുന്നില്ല. 6 വർഷമായിട്ട്, അതായത് ഒരു പ്ലോട്ട് പോലും പോകുന്നില്ല. എന്നാൽ ഈ 3 പ്ലോട്ടും പ്രിയ സഹോദരങ്ങളെ അത്ഭുതകരമായ വിധത്തിൽ അതിൻ്റെ എല്ലാ പ്രൊസീഡിങ്സും കഴിഞ്ഞ് പ്രിയ സഹോദരങ്ങളെ, എന്നിട്ടാണ് അദ്ദേഹം എന്നെ വിളിക്കുന്നത്. എൻ്റെ അച്ഛാ, കർത്താവ് എത്രയോ വലിയവനാണ്, കർത്താവ് എത്രയോ വലിയവനാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം വിളിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ ബാധ്യതയിലേക്ക് കർത്താവ് അത്ഭുതകരമായിട്ട് ഇടപെട്ട് പ്രിയ സഹോദരങ്ങളെ 4 കോടിയുടെ ബാധ്യത കർത്താവ് അങ്ങോട്ട് എടുത്തു മാറ്റി. പ്രൈസ് ദ ലോർഡ്. ഇത് പ്രിയ സഹോദരങ്ങൾ, അച്ഛത് പറഞ്ഞത്, അതായത് നമ്മളുടെ സങ്കടം കാണുന്നവനാണ് കർത്താവ്, നമ്മുടെ വേദന കാണുന്നവനാണ് കർത്താവ്. ഈ കർത്താവിനെയാണ് സഹോദരങ്ങളെ നമ്മൾ അവിശ്വസിക്കുന്നത്. ഈ കർത്താവിനെയാണ് നമ്മൾ അവിശ്വസിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നോക്കിയേ, ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ, ഈ പ്രാരംഭ ഈ വചന ശുശ്രൂഷയിൽ നമ്മൾ പ്രിയ സഹോദരങ്ങളെ വലിയ ഉണർവോടും വലിയ ശക്തിയോടും യേശു നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, യേശു നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ കൂട്ടായ്മയിൽ ഇവിടെ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മൾ തേടണം. അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കാനായിലെ കല്യാണ വിരുന്നിൽ പ്രിയ സഹോദരങ്ങളെ, ആ കുടുംബത്തിൻ്റെ വേദന കണ്ടറിഞ്ഞ് അമ്മ ഇടപെട്ടു. ഇതുപോലെ നമ്മളുടെ കുടുംബത്തിൻ്റെ കുറവുകൾ ഏതാ, പോരായ്മ ഒരു പക്ഷേ നാം തിരിച്ചറിഞ്ഞിട്ടുണ്ടാകണമെന്നില്ല. നമ്മുടെ കുടുംബത്തിൻ്റെ എവിടെയൊക്കെയാണ് പ്രശ്നം കിടക്കണമെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ എൻ്റെ വ്യക്തി ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ള മേഖലകൾ ഏതാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകണമെന്നില്ല. പക്ഷേ അമ്മ തിരിച്ചറിയും. അമ്മയോട് ചേർന്ന് ഈ ശുശ്രൂഷയിലെ ആരെല്ലാം സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്നുവോ, ആരെല്ലാം പ്രത്യാശയോടെ പ്രാർത്ഥിക്കുന്നുവോ, കർത്താവ് ഇടപെടും. അതുപോലെ തന്നെ ഈ ഒരു വർഷം വിശുദ്ധ യൗസേ പിതാവിന് പ്രതിഷ്ഠിതമാണ്. നല്ല ഒരു അപ്പനാണ് യൗസേപ്പ്. യൗസേ പിതാവ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ പ്രിയ സഹോദരങ്ങളെ, ഈ ശാലോം ഇന്ന് ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ആശ്വാസമാണ്. ശാലോം ടെലിവിഷൻ ഈ ശുശ്രൂഷയ്ക്ക്, ഈ ശാലോം ടെലിവിഷൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ ആരംഭത്തിൽ ഇതിൻ്റെ ശാലോം പ്രയർ ഗ്രൂപ്പും മറ്റൊക്കെ അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന, ആത്മീയ നേതൃത്വം കൊടുത്തിട്ടുള്ളത് ബഹുമാനപ്പെട്ട CJ വർക്കിച്ചനാണ്. വർക്കിച്ചൻ്റെ ശക്തമായ മാധ്യസ്ഥം ഈ കൂട്ടായ്മയിൽ, ഇത് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കൾക്കും വർക്കിച്ചൻ്റെ പ്രത്യേകമായിട്ടുള്ള മാധ്യസ്ഥം സ്വർഗത്തിലിരുന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, എനിക്ക് പട്ടം കിട്ടുന്നതിനൊക്കെ മുൻപ് ഞാൻ ഡീക്കൻ പട്ടത്തിന് ഒരുക്കമായിട്ട് ഞാൻ കൊളത്തോയിൽ ധ്യാനിക്കാനായിട്ട് വന്നപ്പോൾ അന്ന് വർക്കിച്ചനെ കാണാനും വർക്കിച്ചൻ്റെ ഒരു ബ്ലെസ്സിങ് സ്വീകരിക്കാനൊക്കെ ആയിട്ടുള്ള വലിയൊരു ഭാഗ്യമുണ്ടായി. പ്രിയ സഹോദരങ്ങളത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ശരിക്കും ഒരു വിശുദ്ധൻ്റെ അടുക്കലേക്ക് പോകുന്നത് പോലെയുള്ള ഒരു അനുഭവമായിരുന്നു വർക്കിച്ചൻ്റെ അടുക്ക് പോയപ്പോൾ എനിക്കുണ്ടായിരുന്നത്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് വർക്കിച്ചൻ്റെ പ്രത്യേകമായിട്ടുള്ള മാധ്യസ്ഥം നമുക്ക് ഈ സമയത്തുണ്ടെന്ന് നമുക്ക് കുറച്ച് വിശ്വസിക്കാം. ഇപ്പം നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോവാണ്. നമ്മൾ കുറേ സമയം ഇപ്പം നിങ്ങൾ വീടുകളിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും ഇരുന്ന് ഒരു പക്ഷേ അല്പം ക്ഷീണം വരാൻ സാധ്യതയുണ്ട്. നമ്മളൊന്ന് പ്രാർത്ഥിച്ചൊന്ന് സ്തുതിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? നിങ്ങളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. സാധിക്കുകയാണെങ്കിൽ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. കരങ്ങൾ അല്പം ഉയർത്തിപ്പിടിക്കുക. നമ്മളൊന്ന് സ്വതന്ത്രമായിട്ടൊന്ന് സ്തുതിക്കുകയാണ്. നമ്മൾ പറ്റുവാണെങ്കിൽ നിങ്ങൾ അല്പം സ്വരം ഉയർത്തിയൊക്കെ ശരിക്കും സ്തുതിക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ ചില കെട്ടുകൾ കഴിയും, ചില തിന്മകൾ വിട്ടുപോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തെ ശരിക്കും തടസ്സപ്പെടുന്ന ചില അന്ധകാരങ്ങൾ
ശരി മാറിപ്പോകും. വചനം ഹൃദയം കൊണ്ട് വചനം കേൾക്കാൻ പറ്റും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ഒന്ന് സ്വതന്ത്രമായിട്ടൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ കരുണയായിരിക്കണമേ, കർത്താവേ അപ്പാ കരുണയായിരിക്കണമേ. ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കാളൊക്കെ വലിയവനാണ് എൻ്റെ യേശു. എൻ്റെ പ്രശ്നത്തെക്കാൾ വലിയവനാണ് യേശു. യേശുവേ, യേശുവേ, ഇപ്പോൾ സങ്കടപ്പെട്ട് കഴിയുന്ന, ഇപ്പോൾ നിരാശയിൽ കഴിയുന്ന, ഇപ്പോൾ പാപത്താൽ ബന്ധിക്കപ്പെട്ട് കഴിയുന്ന ഓരോ മകനിലേക്കും ഓരോ മകളിലേക്കും യേശുവേ അവിടുത്തെ അത്ഭുത രക്തം തെളിക്കണമേ, തിരുരക്തം ഒഴുക്കണമേ, വിടുതൽ നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. അമ്മയോട് ചേർന്ന് നമുക്ക് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇപ്പോൾ നേരത്തെ നാം ശ്രവിച്ചത് നമ്മുടെ പ്രശ്നങ്ങളെക്കാളൊക്കെ വലിയവനായ യേശു നമ്മുടെ ദൈവമാണെന്നാണ്. യേശു നമ്മുടെ പ്രതികൂലങ്ങളിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ്. ഇനി നാം ശ്രവിക്കാൻ പോകുന്നത് പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ യേശു ഇടപെട്ട ചില കാര്യങ്ങളെക്കുറിച്ചല്ല, അല്ലെങ്കിൽ യേശു പ്രവർത്തിച്ച ചില അത്ഭുതങ്ങളെക്കുറിച്ചല്ല. യേശു ഈ ലോകത്തിലേക്ക് എന്തിനാണോ വന്നത്, അല്ലെങ്കിൽ യേശു ഈ ലോകത്തിലായിരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും നൽകപ്പെട്ട ഒരു അടിസ്ഥാന പ്രബോധനം, യേശുവിൻ്റെ അടിസ്ഥാന പ്രബോധനത്തെക്കുറിച്ചാണ് പ്രിയ സഹോദരങ്ങളെ ഈ സമയത്ത് നമ്മൾ വിചിന്തനം ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനു മുൻപായിട്ട് പ്രിയ സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളുമായിട്ട് അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഞാൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഇടവകയിലുണ്ടായിരുന്ന അവിടുത്തെ ഒരു യുവാവുമായിട്ട്, പൗരപ്രമുഖനായിട്ടുള്ള ഒരു യുവാവുമായിട്ടുള്ള ഒരു സംഭാഷണം എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹമുണ്ട്. അവിടുത്തെ വളരെ സ്വാധീനമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഞാനായിട്ട് നല്ല ഒരു സൗഹൃദം അവനുമായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മെസ്സിൽ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവൻ എന്നോട് ഇങ്ങനെ പറയുകയുണ്ടായി: അച്ഛാ, അല്പസ്വല്പം തട്ടിപ്പും വെട്ടിപ്പും ഒന്നും ഇല്ലാതെ ഈ ലോകത്തിൽ ജീവിക്കുക അസാധ്യമാണ്. അല്പസ്വല്പം തട്ടിപ്പും വെട്ടിപ്പും ഒന്നും ഇല്ലാതെ ഈ ലോകത്തിൽ ജീവിക്കുക അസാധ്യമാണ്. ഞാൻ അവനോട് പറഞ്ഞു, എടാ സംഭവമൊക്കെ ശരി, പക്ഷേ ഒരു നാൾ ഇതെല്ലാം വിട്ട് നീ വിധിയാളൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലേണ്ടതായിട്ടുണ്ട്. ഒരു നാൾ വിധിയാളൻ്റെ അടുക്കലേക്ക് നീ കടന്നു ചെല്ലേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അച്ഛൻ ഈ സ്വർഗവും നരകവും അതൊക്കെയാണോ അച്ഛൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞു, എന്താ സംശയം? എൻ്റെ സഹോദരങ്ങളെ, അവൻ ഒരു പുച്ഛഭാവത്തിൽ എന്നെ നോക്കി ചിരിച്ചു, ഒരു പുച്ഛഭാവത്തിൽ. ഞാൻ ചോദിച്ചു, എന്താ നീ ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അവൻ എന്നോട് പറഞ്ഞു, അച്ഛൻ എന്നെ വഴക്ക് പറയുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല, നീ കാര്യം പറയാൻ പറഞ്ഞു. അവൻ പറയണം, അച്ഛൻ ഈ സ്വർഗവും നരകത്തിൻ്റെ കുറിച്ചൊക്കെ അല്ലേ അച്ഛൻ പറഞ്ഞത്? ഞാൻ അച്ഛനോട് ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അച്ഛൻ ഈ സ്വർഗം കണ്ടിട്ടുണ്ടോ? പോട്ടെ, അച്ഛൻ്റെ പ്രിയപ്പെട്ട പലരും മരിച്ചു പോയിട്ടുണ്ടല്ലോ, അവരാരെങ്കിലും അച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടോ, സജു സ്വർഗം ഉണ്ടോ കേട്ടോ, നരകം ഉണ്ടോ കേട്ടോ? അങ്ങനെ ആരെങ്കിലും അച്ഛനോട്ട് കണ്ടിട്ടുമില്ല, അച്ഛൻ്റെ അടുത്ത് ആരോട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമില്ല. പിന്നെ എന്തിനാ അച്ഛൻ മനുഷ്യന്മാരെ പറ്റിക്കണേ? എൻ്റെ സഹോദരങ്ങളെ, ഈ യുവാവ് എന്നോട് ചോദിച്ച ചോദ്യമാണത്. അത് ശരി, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങളുടെ ഉള്ളിലും ശരിയാണല്ലോ, ആ പയ്യൻ പറഞ്ഞത് അങ്ങനെ ബോധക്കേടെന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാനൊട്ടിത് കണ്ടിട്ടുമില്ല, എൻ്റെ മരിച്ചുപോയ അപ്പാപ്പനും അല്ലെങ്കിൽ അമ്മാമ്മയൊന്നും എന്നോട് ഇട്ട് പറഞ്ഞിട്ടുമില്ലല്ലോ എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കരുത്. പ്രിയ സഹോദരങ്ങളെ, എനിക്കതിൻ്റെ സംഭവം മനസ്സിലായി. ഞാൻ പറഞ്ഞു, ഇത് മെസ്സിലിരുന്ന് പറയേണ്ട കാര്യമല്ല, അവനെ വേഗം ഞാൻ ഓഫീസ് റൂമിലേക്ക് ഞാൻ പറഞ്ഞു, ഓഫീസ് റൂമിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ അവൻ അവിടെ ഇരുത്തി. എന്നിട്ട് ഞാൻ അവനോട് ചോദിച്ചു, എടാ നീ യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് അവനോട് ചോദിച്ചപ്പോൾ അവൻ്റെ മട്ടുമാറി. അവൻ പറഞ്ഞു, അച്ഛൻ അത് മാത്രം എന്നോട് ചോദിക്കരുത്, അത് മാത്രം. നിങ്ങൾ മാറി മാറി വരുന്ന വികാരിച്ചന്മാർ ഞങ്ങളുടെ കുടുംബത്തെ പൊതുവേദിയിൽ നിന്നൊക്കെ മാറ്റി നിർത്തുമ്പോഴും, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തെ പതുക്കെ അവോയ്ഡ് ചെയ്യുമ്പോഴൊക്കെ, ഇന്നും സഭയ്ക്കൊരു പ്രശ്നം വരുമ്പോൾ
ഇന്നും വൈദികർക്കൊരു പ്രതികൂലം വരുമ്പോൾ, സിസ്റ്റേഴ്സിനൊരു പ്രശ്നം വരുമ്പോൾ ഇന്നും ഞങ്ങൾ അതിൻ്റെ മുൻപിലുണ്ടെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ അച്ഛാ, ഒറ്റ കാര്യമുള്ളൂ, യേശുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞു മതി, എനിക്ക് എത്ര അറിഞ്ഞാൽ മതി. ഞാൻ അവനോട് വീണ്ടും ചോദിച്ചു, അങ്ങനെയെങ്കിൽ നീ യേശു പറയുന്ന കാര്യങ്ങൾ നീ വിശ്വസിക്കുന്നുണ്ടോ? അവൻ പറഞ്ഞു, അച്ഛാ, യേശു വിശുദ്ധ ഗ്രന്ഥത്തിൽ, അതായത് വിശുദ്ധ ബൈബിളിൽ, അതുപോലെ തന്നെ വിശുദ്ധ പാരമ്പര്യത്തിൽ എന്തൊക്കെ പറയുന്നുണ്ട് അതെല്ലാം ഞാൻ വിശ്വസിക്കുന്നു. അതെന്താ ഈ വിശുദ്ധ ഗ്രന്ഥം, വിശുദ്ധ ഗ്രന്ഥം, വിശുദ്ധ ബൈബിൾ, വിശുദ്ധ പാരമ്പര്യമോ? അച്ഛൻ പറയാം. അതായത് പുതിയ നിയമത്തിൽ ആദ്യത്തെ പുസ്തകം തെസ്സലോനിയർക്ക് എഴുതിയ ലേഖനമാണ്. അത് AD 51 എഴുതപ്പെട്ടത്. യേശു മരിച്ചത് AD 33. അപ്പോൾ നോക്കി, ഇത്രയും വർഷത്തെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടത് എഴുതപ്പെട്ടില്ല? ആ കാലഘട്ടത്തിൽ എഴുത്ത് വായ്മൊഴിയായിട്ടാണ് സാധാരണ പറഞ്ഞിരുന്നത്. എഴുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതുകൊണ്ട് സാധാരണ വായ്മൊഴിയായിട്ടാണ് അത് പറഞ്ഞിരുന്നത്. AD 51 ആദ്യത്തെ. യോഹന്നാൻ്റെ സുവിശേഷം വരുമ്പോൾ ഏതാണ്ട് AD 95-100 മധ്യയാണ് വരുന്നത്. അപ്പോൾ പ്രിയ സഹോദരങ്ങൾ, അപ്പോൾ AD 33 തുടങ്ങി 51 വരെ ഒരുപാട് കാര്യങ്ങൾ. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നത്, യേശു പറഞ്ഞ എല്ലാ കാര്യങ്ങളും സുവിശേഷത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, പുതിയ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അതാണ് സഹോദരങ്ങളെ, പരിശുദ്ധ കന്യകാമാതാവിൻ്റെയൊക്കെ നിത്യ കന്യകാത്വം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രിയ സഹോദരങ്ങളെ സഭയുടെ വിശുദ്ധ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതൊന്നും അറിയാത്ത, എന്ത് പറഞ്ഞാലും സഭയെയും വിശ്വാസത്തെയും ചുമ്മാ നിഷേധിക്കുന്ന ഒരു ചെറുപ്പക്കാരനല്ല അത്. അവന് അറിവുണ്ട് അത്യാവശ്യം. അതുകൊണ്ട് അവൻ പറഞ്ഞത്, ഞാൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ, വിശുദ്ധ ബൈബിളിൽ യേശു എന്തൊക്കെ പറയുന്നുണ്ടോ, വിശുദ്ധ പാരമ്പര്യത്തിൽ യേശു എന്തൊക്കെ പറയുന്നുണ്ടോ, അതെല്ലാം ഞാൻ അനുസരിക്കും, ഞാൻ വിശ്വസിക്കും. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യേ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിലെ 25-ാമത്തെ തിരുവചനം എടുക്കാൻ പറഞ്ഞു. അവിടെ യേശു പറയുന്നത് ഇങ്ങനെയാണ്, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇതിനെക്കുറിച്ച്, ഇത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥമാണ്. ഇതിൽ 994-ാമത്തെ ഖണ്ഡിക പുനരുത്ഥാനത്തിലുള്ള വിശ്വാസത്തെ യേശു തന്നോട് തന്നെ ബന്ധിപ്പിക്കുന്നു. അതായത് ഞാനാണ് പുനരുത്ഥാനവും ജീവനും. അതായത് പ്രിയ സഹോദരങ്ങളെ, ഞാൻ ആദ്യം നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ഇന്ന് നിങ്ങൾ ഒരു പക്ഷേ ഭക്ഷണം കഴിച്ചിട്ടൊക്കെ ആയിരിക്കും, അല്പം ക്ഷീണമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇടയ്ക്ക് അച്ഛൻ ഒരു ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ വിഷമം വിചാരിച്ചേക്കരുത്. ഈ പുനരുത്ഥാന ജീവിതം എന്ന് പറയുന്നത്, പ്രിയ സഹോദരങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, ഇത് ഇപ്പോഴത്തെ ജീവിതമാണോ പുനരുത്ഥാന ജീവിതം, അതോ വരാൻ പോകുന്ന മരണത്തിനപ്പുറമുള്ള ജീവിതമാണോ പുനരുത്ഥാന ജീവിതം? അതായത് ഇപ്പോഴത്തെ ജീവിതമല്ല, മരണത്തിനപ്പുറത്തുള്ള ജീവിതമാണ് പുനരുത്ഥാന ജീവിതം. അപ്പോൾ നോക്കി, യേശു എന്താ പറയുന്നത്? ഞാനാണ് പുനരുത്ഥാനവും ജീവനും. അതായത് മക്കളെ, മരണശേഷം അങ്ങനെ ഒരു ജീവിതമുണ്ട് എന്നല്ല, ആ ജീവിതം തന്നെ ഞാനാണ്. അതാണ് സഭയുടെ മതബോധന എന്ന് പറയാണ്, പുനരുത്ഥാനത്തിലുള്ള വിശ്വാസത്തെ യേശു തന്നോട് തന്നെ ബന്ധിപ്പിക്കുന്നു. ഞാനാണ് പുനരുത്ഥാനവും ജീവനും. യേശു തന്നെയാണ് തന്നിൽ വിശ്വസിക്കുന്നവരെ, തൻ്റെ ശരീരം ഭക്ഷിക്കുകയും തൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവരെ അവസാന ദിവസം ഉയർപ്പിക്കുന്നു. എന്നിട്ട് പറയാണ്, മരണമടഞ്ഞ ചിലർക്ക് ജീവൻ നൽകിക്കൊണ്ട് അവിടുന്ന് ഇപ്പോൾ ഈ ജീവിതത്തിൽ തന്നെ അതിൻ്റെ അടയാളവും അച്ചാരവും നൽകി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതൊന്നാമത് കഴിഞ്ഞില്ലേ സഹോദരങ്ങളെ? ഞാൻ അവനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യേ, ലൂക്കായുടെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിലെ 4-ാമത്തെ തിരുവചനം, അവിടെ നമ്മുടെ കർത്താവ് പറയാണ്, എൻ്റെ സ്നേഹിതരെ, കർത്താവ് പറയാണ് സഹോദരങ്ങളെ, എൻ്റെ സ്നേഹിതരെ, നിങ്ങളോട് ഞാൻ പറയുന്നു, ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. ഇനി നിങ്ങൾ ആരെ ഭയപ്പെടേണ്ടത്? കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. അതേ ഞാൻ പറയുന്നു, അവനെ ഭയപ്പെടുവിൻ. ആരെ? കൊന്നതിന് ശേഷം നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ. വീണ്ടും സഹോദരങ്ങൾ, നമ്മുടെ കർത്താവ് ഭോഷനായ ധനികൻ്റെ ഉപമയിലൂടെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഭോഷനായ ധനികൻ, അവൻ ഒരുപാട് സമ്പത്തൊക്കെ, കുറേ FD ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അവൻ പറയുന്നത് ഇങ്ങനെയാണ്. ലൂക്കായുടെ സുവിശേഷം 12:19, അനന്തരം ഞാനൊരു ആത്മാവിനോട് പറയും, ആത്മാവെ, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിച്ചു വെച്ചിരിക്കുന്നു, വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക.
ഒരു പക്ഷേ ഈ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഞാൻ ആ ബാങ്കിൽ എനിക്കൊരു 10 കോടി ഉണ്ട്, ഇവിടെ എനിക്കൊരു 40 ലക്ഷം ഉണ്ട്, അതുകൊണ്ട് എനിക്ക് പിന്നെ LIC പോളിസി ഉണ്ട്, ആ പോളിസി ഉണ്ട്, അതുകൊണ്ട് എല്ലാം സെറ്റിൽഡ് എന്ന് നമ്മൾ പറയും. ആരുടെ പോലെ? ബോഷൻ്റെ പോലെ. പക്ഷേ കർത്താവ് നമ്മളോട് എന്ത് പറയുന്നു അറിയോ? എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ബോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ഞാൻ ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നവ ആരുടേതാകും? ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവനും. കഴിഞ്ഞില്ല സഹോദരങ്ങളെ, സിറോ മലബാർ സഭയുടെ മൃതസംസ്കാര ശുശ്രൂഷയിലെ വൈദികൻ വായിക്കുന്ന സുവിശേഷ ഭാഗം, അതിൻ്റെ അവസാനം ഇങ്ങനെയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 28-ാമത്തെ തിരുവചനം. അവിടെ വചനം പറയാണ്, ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട, എന്തെന്നാൽ കല്ലറയിലുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നോക്കൂ സഹോദരങ്ങളെ, അതായത് നമ്മുടെ കർത്താവ് ഡയറക്റ്റ്, അതായത് ഇത് പരിശുദ്ധ കന്യകാമാതാവല്ല, ഔസേപ്പിതാവല്ല, അന്തോണീസ് പുണ്യാളനല്ല, യൂദാ തദേവൂസല്ല. സഹോദരങ്ങളെ, സ്വർഗത്തിൽ നിന്ന് വരികയും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്ത നമ്മുടെ കർത്താവായ യേശുവാണ് പ്രിയ സഹോദരങ്ങളെ മരണത്തിനപ്പുറത്തുള്ള ഒരു ജീവിതമുണ്ട് എന്ന് പ്രബോധനം, ഏറ്റവും ആധികാരികമായ പ്രബോധനം നമുക്ക് നൽകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഞാനിത് പറഞ്ഞപ്പോൾ ശരിക്ക് ആ യുവാവിന് വലിയ ബോധ്യമായി. അവൻ പറഞ്ഞു, അച്ഛാ, നമ്മുടെ യേശു ഇത്രയും പ്രധാനമായിട്ട്, ഇത്രയും എംഫസൈസ് ചെയ്ത് ഒരു കാര്യം പറഞ്ഞിട്ട് എൻ്റെ സഭ അതിനെക്കുറിച്ച് ഒന്നും മിണ്ടാത്തത്. ഞാനപ്പോൾ അവനോട് ചോദിച്ചേടാ, മനുഷ്യൻ്റെ അന്ത്യങ്ങൾ എത്രയാണ്? കാരണം നമ്മുടെ കാറ്റഗിസം ക്ലാസ്സുകളൊക്കെ നമ്മൾ പഠിക്കുന്നതായിരിക്കും. മനുഷ്യൻ്റെ അന്ത്യങ്ങൾ എത്ര? അവൻ വളരെ ഫാസ്റ്റായിട്ട് പറഞ്ഞു, അച്ഛാ 4: മരണം, വിധി, സ്വർഗം, നരകം. വളരെ ഫാസ്റ്റായിട്ട്. അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി സഹോദരങ്ങളെ, അതായത് നമുക്കറിവില്ലാത്തതല്ല വിഷയം, അറിവ് അഭിഷേകമായി തീരാത്തതാണ് നമ്മളുടെ പ്രശ്നം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ തുടർന്നുള്ള സമയത്ത് നമ്മൾ ശരിക്കും മനുഷ്യൻ്റെ അന്ത്യങ്ങളെക്കുറിച്ച്, മരണം, അതുപോലെ തന്നെ വിധി, സ്വർഗം, നരകം ചെറുതായിട്ട് പ്രിയ സഹോദരങ്ങൾ ഇത് പറയാൻ കാരണം, ശരിക്കും പറഞ്ഞാൽ വേറെ ഏതെങ്കിലുമൊക്കെ ടോപ്പിക്കാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടിയൊക്കെ നന്നായിട്ട് ഇരിക്കാമായിരുന്നു. ഇത് പക്ഷേ പ്രിയ സഹോദരങ്ങൾ നാളെ നമ്മൾ കാണാൻ പോകുന്ന യാഥാർത്ഥ്യമാണ്. ഇതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് മടലെടുത്ത് നമ്മൾ അടിക്കില്ലേ? കാരണം അത്രയും ഗൗരവമായിട്ടൊരു കാര്യം പറഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് അജ്ഞരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ മനുഷ്യൻ്റെ അന്ത്യങ്ങളിലെ 1-ാമത്തേത് മരണം, അതിനെക്കുറിച്ചാണ് ആദ്യം അല്പസമയം നാം ധ്യാനിക്കുന്നത്. ഹെബ്രായ ലേഖനം 9-ാം അധ്യായം 27-ാം തിരുവചനം. അവിടെ വചനം പറയുന്നത് ഇങ്ങനെയാണ്, ആദ്യം മരണം, പിന്നെ വിധി എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു മരണത്തിൻ്റെ നിമിഷത്തിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ മരണത്തിൻ്റെ ഒരു നിമിഷത്തിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. നമ്മൾ നന്മ ചെയ്ത് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊക്കെ ജീവിക്കുകയാണെങ്കിൽ ഒരു നല്ല മരണം അല്ല, ഈ ലോകത്തിൻ്റെ ചപ്പും ചവറും തിന്നും കണ്ടും ആസ്വദിച്ചും ഒക്കെ ജീവിക്കുകയാണെങ്കിൽ ഒരു ഭയാനകമായ മരണം. ഇപ്പോൾ നമ്മൾ നോക്കിയേ, നമ്മൾ വലിയ ഒരു തഴക്കദോഷത്തിൽ, ഒരു ചാവുദോഷത്തിൽ നമ്മളായിരിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ മനസ്സിൽ ശരിക്ക് ഒരു വചനം കർത്താവ് നൽകി, അല്ലെങ്കിൽ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ, അല്ലെങ്കിൽ നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ദൈവം എന്നോട് ചോദിക്കുകയാണ്, മനസാക്ഷി എന്നോട് ചോദിക്കുകയാണ്, മോനെ നീ ഇങ്ങനെ പോയാൽ മതിയോ? മകളെ നീ ഇങ്ങനെ പോയാൽ മതിയോ? ഇങ്ങനെ പോയാൽ നിൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ എന്തായിരിക്കും? സഹോദരങ്ങളെ, അങ്ങനെ ശരിക്കും മനസ്സിൽ ഒരു കുളിർമ തോന്നുമ്പോൾ ഞാൻ പറയേണ്ട തീരുമാനം എടുക്കണം, എൻ്റെ ദൈവമേ എനിക്ക് വേണ്ട, എനിക്ക് ഇങ്ങനെയുള്ളൊരു പാപകരമായ ജീവിതം വേണ്ട എന്ന് മനസ്സിൽ തീരുമാനിച്ച് അത് ദൈവസന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് പ്രിയ സഹോദരങ്ങളെ സൗജന്യ പാപക്ഷമ. സൗജന്യ പാപക്ഷമ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. ശരിക്ക് നമ്മൾ മനസ്സുകൊണ്ട് നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തെ ഓർത്ത് അനുദപിച്ച് അതിനെ ഓർത്ത് പശ്ചാത്തപിക്കുമ്പോൾ നമുക്ക് ഭൂമിയിലായിരിക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നതാണ് സൗജന്യ പാപക്ഷമ. ശരിക്കും പറഞ്ഞാൽ പ്രിയ സഹോദരങ്ങളെ, ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രേസ് പീരീഡാണ്. ഗ്രേസ് പീരീഡ്,
ഗ്രേസ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക്, അതായത് സ്കൗട്ടിൽ അവർ പങ്കെടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഗ്രേസ് മാർക്ക് ഉണ്ട്. അതിനാൽ തന്നെ അവർക്ക് ഇത്ര % മാർക്ക് അവർക്ക് ലഭിക്കും. ഇതുപോലെ ഭൂമിയിൽ ഗ്രേസ് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുക സഹോദരങ്ങൾ, അതായത് ഭൂമിയിൽ നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും ആഴത്തിൽ അനുദപിച്ച് ഒരിറ്റ് കണ്ണുനീരോടെ അവ ഏറ്റുപറയാനായിട്ട് ഞാൻ റെഡിയാണ് എങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് അവൻ നാം ചെയ്തതെല്ലാം മറക്കും. ഒരിറ്റ് കണ്ണുനീരോടെ, അനുതാപ കണ്ണുനീരോടെ നാം കഴിഞ്ഞ കാലങ്ങളിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടത് ഏറ്റു പറയുകയാണെങ്കിൽ അതെല്ലാം മറക്കും. അത് ഗ്രേസ് പീരീഡാണ്. ഇത് എന്നുവരെ? അത് മരണം വരെ. അതിനെക്കുറിച്ച് പ്രിയ സഹോദരങ്ങളെ, ഇത് ഇടയ്ക്ക് അച്ഛൻ ഈ പുസ്തകം കാണിക്കുന്നത് വേറെ ഒന്നിനെയല്ല. ഈ മരണം വിധി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്തോ എൻ്റെ കുറച്ച് ആശയങ്ങളൊക്കെ പറയുകയാണെന്ന് നിങ്ങൾക്ക് തോന്നരുത്. ഇത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥമാണ്. എൻ്റെ ആശയങ്ങളല്ല ഇതിൽ അച്ഛൻ പറയുന്നത്. ഇതിൽ 1023 ഖണ്ഡിക, ക്രിസ്തുവിൽ വെളിവാക്കപ്പെട്ട കൃപാവരം. അതാണ് ഈ സൗജന്യ പാപക്ഷമ. ക്രിസ്തുവിൽ വെളിവാക്കപ്പെട്ട കൃപാവരത്തെ സ്വീകരിക്കുന്നതിനോ തിരസ്കരിക്കുന്നതിനോ സാധ്യമായ സമയത്തിൻ്റെ അന്ത്യമാണ് മരണം. അതായത് മരണശേഷം നമുക്ക് അനുദപിക്കാനായി ഒരു സാധ്യതയില്ല എന്ന് ചുരുക്കം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരങ്ങളെ, ശരിക്കും കർത്താവ് ഈ സമയത്ത് നമുക്ക് നൽകണം. നമ്മൾ ശരിക്കും ഒന്ന് അനുദപിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് അതെല്ലാം മറന്ന് കർത്താവ് നമ്മളെ ഇനി നമുക്ക് സഹോദരങ്ങളെ, നമ്മൾ ഈ മരിക്കാമെന്ന് വിചാരിക്കും. ഇപ്പം മരിക്കാമെന്ന് വിചാരിക്കും. മരിക്കുന്ന സെക്കൻഡിൽ തന്നെ നമുക്ക് അടുത്ത സംഭവം നമുക്കറിയാൻ പറ്റും. ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നൊരു സംഭവമുണ്ട്. ഞാൻ പട്ടം കിട്ടി 3ാമത്തെ വർഷം തൃശ്ശൂർ അതിരൂപതയിലെ പാവർട്ടി തീർത്ഥകേന്ദ്രം, അത് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ വളരെ പ്രസിദ്ധമായൊരു തീർത്ഥകേന്ദ്രമാണ്. അവിടെ ശുശ്രൂഷ ചെയ്യുന്ന സമയം അപ്പോൾ ഈ പാവർട്ടി ദേവാലയത്തിന് സ്വന്തമായിട്ടൊരു ആശുപത്രിയുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ രോഗികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരെ ശുശ്രൂഷിക്കാനൊക്കെ ആയിട്ട്, പ്രത്യേകിച്ച് രോഗീലേപനം അല്ലെങ്കിൽ കുർബാനയ്ക്ക് കൊടുക്കാനൊക്കെ ആയിട്ട് പോകാറുണ്ട്. അവിടെ ആയിരുന്ന സമയത്ത് ഒരുപാട് പേരെ, പ്രിയ സഹോദരങ്ങളെ, മരണത്തിന് ഒരുക്കാനായിട്ട് അച്ഛന് സാധിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, 2 വിധത്തിൽ ദൈവജനം മരണത്തിന് കീഴടങ്ങുന്നതായിട്ട് അച്ഛൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചിലർ വന്ന് പറയും, ചില വീട്ടുകാർ അവർ വന്ന് പറയും, അച്ഛാ വേഗം ഒന്ന് വരാമോ അച്ഛാ, അപ്പച്ചൻ വളരെ സിങ്കിങ് ആണ്, അപ്പച്ചൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, വേഗം വരും. ഞാനപ്പോൾ വേഗം ഓടിച്ചെല്ലാറുണ്ട്. ഞാൻ രോഗീലേപനത്തിൻ്റെ കിറ്റൊക്കെ എടുത്ത് ഓടിച്ചെല്ലും. അപ്പോൾ എങ്ങനെയാണെങ്കിൽ വീടിന് ചുറ്റും ആ കട്ടിലിന് ചുറ്റും, ആശുപത്രിക്ക് ആ കട്ടിലിന് ചുറ്റും, അപ്പൻ്റെ ചുറ്റും ചിലപ്പോൾ മക്കളും പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടാകും. അപ്പോൾ അവർ പറയും, ഈ മകൻ വന്നിട്ട് പറയും, അതേ മാറി അച്ഛൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് വേഗം നമ്മളങ്ങ് അങ്ങനെ നോക്കുമ്പോൾ, ഞാൻ നോക്കുമ്പോൾ സംഭവം എന്താണെന്നറിയോ സഹോദരങ്ങളെ, ഈ കിടക്കുന്ന അപ്പച്ചൻ അല്ലെങ്കിൽ അമ്മച്ചി അവരിങ്ങനെ വളരെ ശാന്തമായിട്ട് കിടക്കുന്നു, ചുറ്റും നോക്കുന്നു. അപ്പോൾ അച്ഛൻ വരുമ്പോൾ, അച്ഛൻ ദേ അപ്പച്ച അല്ലെങ്കിൽ അമ്മച്ചി ദേ പള്ളിയിൽ അച്ഛൻ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ അച്ഛനൊന്ന് നോക്കും. എന്നിട്ട് അവർക്ക് സ്തുതി പറയാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള ശക്തി ആ സമയത്ത് ഉണ്ടാകില്ല. അവരൊന്ന് ഒരു ചെറു പുഞ്ചിരിയോടെ അവർ നോക്കി പ്രാർത്ഥിക്കണമെന്ന് ഹൃദയം കൊണ്ട് അവർ പറയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതിനുശേഷം സഹോദരൻ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് അവർ നേരെ മുകളിലേക്ക് നോക്കും. മുകളിലേക്ക് പാവർട്ടി ആശുപത്രിയുടെ റൂഫ്, അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല, ചുമ്മാ വൈറ്റ് അടിച്ചേക്കാണ്. പക്ഷേ പ്രിയ സഹോദരങ്ങളെ, ആ മുകളിലേക്ക് നോക്കിയിട്ട് എന്തോ അഭൗമികമായത് കണ്ടാൽ എന്ന വണ്ണം നിത്യതയിലേക്ക് പ്രവേശിക്കുന്നത് അച്ഛൻ കണ്ടിട്ടുണ്ട്. അത് സുന്ദരമാണ് സഹോദരങ്ങളെ. ആ മരണം സുന്ദരമാണ്, അത് നല്ല മരണമാണ്. എന്നാൽ വളരെ വേദനയോടെ പറയട്ടെ സഹോദരങ്ങൾ, അനേകർ മരിക്കുന്നത് അച്ഛനെ കാണാൻ സാധിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയാവോ? നമ്മളവിടെ ചെല്ലുന്നു, അവിടെ ദേ അച്ഛ അല്ലെങ്കിൽ അപ്പച്ച അമ്മച്ചി ദാ പള്ളിയിൽ അച്ഛൻ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആകെ വെപ്രാളമാണ്. അങ്ങോട്ട് നോക്കുന്നു, ഇങ്ങോട്ട് നോക്കുന്നു, മുകളിലേക്ക് നോക്കിയിട്ട് എന്തോ അഭൗമികമായ ഒരു സംഭവം കണ്ടാൽ എന്ന വണ്ണം പ്രിയ സഹോദരങ്ങളെ ശരിക്കും ഭയപ്പെട്ട് മരണത്തിന് കീഴടങ്ങുന്ന അനേകരെ കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് പ്രിയ സഹോദരങ്ങൾ, അത്തരത്തിലുള്ള മരണങ്ങൾ എന്നെ സംബന്ധിച്ച് ഭയങ്കര അസ്വസ്ഥത എന്നിൽ ഉളവാക്കിയിട്ടുണ്ട്. ഞാൻ തുടർന്ന് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ എനിക്ക് പല രാത്രിയിൽ ഉറങ്ങാൻ പറ്റിയിട്ടില്ല ഈ മരണം കണ്ടിട്ട്. ഇത്രമാത്രം മരണം കണ്ട് ഇതുപോലെ അസ്വസ്ഥപ്പെട്ട് ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ട് കർത്താവിനോട്, കർത്താവേ 60, 70, 80 വർഷമൊക്കെ ഈ ഭൂമിയിൽ അധ്വാനിച്ച് ജീവിച്ചിട്ട് ഈ മരിക്കുന്ന സമയത്ത് നിനക്കൊരു ശാന്തി കൊടുത്തുകൂടെ? സഹോദരങ്ങളെ, ശരിക്കും അങ്ങനെ ഞാൻ ഇങ്ങനെ ആകുലപ്പെട്ട് തമ്പുരാൻ്റെ സന്നിധിയിൽ ചോദിച്ചപ്പോഴാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ പ്രിയ സഹോദരങ്ങളെ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് അച്ഛൻ ശ്രദ്ധിക്കാനിടയായി. അത് 1022 ഖണ്ഡികയാണ്. 1022 ഖണ്ഡിക. അവിടെ പറയാണ്, ഓരോ മനുഷ്യനും തൻ്റെ മരണത്തിൻ്റെ നിമിഷത്തിൽ തന്നെ സ്വജീവിതത്തെ ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി തൻ്റെ അമർത്യമായ ആത്മാവിൽ തൻ്റെ ശാശ്വത പ്രതിഫലം സ്വീകരിക്കുന്നു. അതായത് തൻ്റെ മരണത്തിൻ്റെ നിമിഷത്തിൽ
അതായത് മരിച്ചിട്ട് 41-ൻ്റെ നിന്നല്ല, മരിച്ചിട്ട് ആണ്ടിൻ്റെ നിന്നല്ല, മരിക്കുന്ന സെക്കൻഡിൽ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ വിധി നമുക്ക് അറിയാൻ സാധിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സഹോദരങ്ങളെ വളരെ നമ്മളുടെയൊക്കെ വളരെ പ്രിയപ്പെട്ട വിശുദ്ധനല്ലേ അന്തോണീസ് പുണ്യാളൻ. അന്തോണീസ് പുണ്യാളൻ്റെ അവസാനത്തെ വാക്കുകൾ എന്തായിരുന്നു? ഭൂമിയിലായിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ രക്ഷിതാവിനെ കാണുന്നു, ഞാൻ എൻ്റെ രക്ഷിതാവിനെ കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അന്തോണീസ് പുണ്യാളൻ മരിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, എന്നാൽ ഇതൊക്കെയാണ് സംഭവമെങ്കിലും നമ്മുടെ ഹൃദയം കൊണ്ട് നിഷേധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് എൻ്റെ മരണം. യെസ്, ഇതൊക്കെയാണ് സംഭവമെങ്കിലും നമ്മുടെ ഹൃദയം കൊണ്ട് നിഷേധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് എൻ്റെ മരണം. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ദേ അപ്പുറത്തെ റൂമിലെ അപ്പച്ചൻ 90 വയസ്സായി, ഇപ്പോഴും ഒന്ന് കുമ്പസാരിക്കാനോ ഒന്ന് കുർബാന സ്വീകരിക്കാനോ ആഗ്രഹമില്ലാതെ അവിടെ കിടപ്പുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ജീവിത പങ്കാളി ഇതുവരെ കുമ്പസാരിച്ചിട്ടില്ല, ഒരു അനുതാപത്തിൻ്റെ ഒരു ഇറ്റ് പോലും ഇല്ലല്ലോ കർത്താവേ എന്നൊരു പക്ഷേ നമ്മളെ വേദനിക്കുന്നുണ്ടാകും. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് അങ്ങനെ അവരെക്കുറിച്ച് വേദനിക്കുക എന്നതിനേക്കാൾ ഉപരിയായി നിന്റെ മരണത്തെക്കുറിച്ച് എപ്രകാരമാണ് നീ ഒരുങ്ങിയിട്ടുള്ളത് എന്നാണ് പ്രിയ സഹോദരങ്ങളെ നമ്മളോട് ചോദിക്കുന്നത്. എത്രയോ ആകസ്മികമായിട്ടുള്ള എത്രയോ മരണങ്ങൾ പ്രിയ സഹോദരങ്ങൾ എനിക്കറിയാം. എൻ്റെയൊക്കെ സുഹൃത്തുക്കൾ എത്രയോ പേര് ശരിക്കും പ്രിയ സഹോദരങ്ങളെ, അതായത് ഒരിക്കൽ പോലും ഒരല്പം പോലും പ്രതീക്ഷയില്ലാതെ ആക്സിഡൻ്റായിട്ടും മറ്റൊക്കെ എത്രയോ വളരെ ആകസ്മികമായിട്ട് എത്രയും പേര് മരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ നൈറ്റ് വിജിലിൻ്റെ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ മറ്റുള്ളവരുടെ മരണത്തെ ഒരുക്കുക എന്നതിനേക്കാൾ ഉപരിയായി നിൻ്റെ മരണം, അതിന് നീ എപ്രകാരം ഒരുങ്ങിയിട്ടുണ്ട് എന്ന് ആത്മശോധന ചെയ്യണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ മരണത്തെക്കുറിച്ചിട്ടുള്ള, അതായത് മരണത്തെക്കുറിച്ചിട്ട് നമ്മുടെ കർത്താവ് നൽകുന്ന ഒന്നാമത്തെ നിർദ്ദേശം എന്താണെന്നറിയാവോ? നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. ലൂക്കായുടെ സുവിശേഷത്തിൽ 12-ാമത്തെ അധ്യായത്തിലെ 35-ാമത്തെ തിരുവചനം മരണത്തെക്കുറിച്ച് കർത്താവ് നൽകുന്ന ഒന്നാമത്തെ നിർദ്ദേശമാണ്. നിങ്ങൾ അരമുറുക്കിയും വിളക്ക് കത്തിച്ചും ഇരിക്കുവിൻ. തങ്ങളെ യജമാനൻ കല്യാണ വിരുന്ന് കഴിഞ്ഞ് മടങ്ങി വന്ന് മുട്ടുന്ന ഉടനെ തുറന്നു കൊടുക്കുവാൻ അവൻ്റെ വരവും കാത്തിരിക്കുന്നവരെ കാത്തിരിക്കുക. നിങ്ങൾ എപ്പോഴും പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് നൽകുന്ന മരണത്തെക്കുറിച്ച് നൽകുന്ന ഒന്നാമത്തെ നിർദ്ദേശമാണ് നിങ്ങളെപ്പോഴും ജാഗരൂകരായിരിക്കുവിൻ. ചിലപ്പോൾ പ്രിയ സഹോദരങ്ങളെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കാം, ചിലപ്പോൾ ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കാം, ചിലപ്പോൾ ഒരു യാത്രയിലായിരിക്കാം പ്രിയ സഹോദരങ്ങളെ മരണം നമ്മെ തേടി വരുന്നത്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് നൽകുന്ന അടിസ്ഥാന നിർദ്ദേശം, മരണത്തെക്കുറിച്ച് നൽകുന്ന അടിസ്ഥാന നിർദ്ദേശം പ്രിയ സഹോദരങ്ങളെ നമ്മൾ അവഗണിക്കരുത്. നിങ്ങൾ എപ്പോഴും ജാഗരൂകരായിരിക്കുവിൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ സമയത്ത് നമുക്കൊരിക്കൽ കൂടി ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് 2 കരങ്ങളൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്താം. പ്രത്യേകിച്ച് മരണം വഴി നമ്മിൽ നിന്ന് വേർപെട്ടു പോയ നമ്മുടെ പൂർവീകരെ നമുക്ക് ഓർക്കാം. അവർക്ക് വേണ്ടി, പ്രത്യേകിച്ച് മരിച്ചവരുടെ കാര്യങ്ങളൊക്കെയല്ലേ നമ്മൾ പറയണത്, നമ്മുടെ മരിച്ചു പോയ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം. അവർക്ക് വേണ്ടി ഒരു നന്മ നിറഞ്ഞ മറിയമെന്ന് ജപം ചൊല്ലാവോ? നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്ലീസ് ബി സീറ്റഡ്. സഹോദരങ്ങളെ, മരണത്തെക്കുറിച്ച് നമ്മുടെ കർത്താവ് നൽകുന്ന രണ്ടാമത്തെ നിർദ്ദേശം, മരണത്തിന് അപ്പുറത്തുള്ള ജീവിതത്തിന് വേണ്ടി, മരണത്തിന് ഇപ്പുറത്ത് ഈ ലോകത്തിലായിരിക്കുമ്പോൾ നാം നിക്ഷേപങ്ങൾ കരുതി വയ്ക്കണം. അതാണ് ലൂക്ക 12:33. ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിക്കും. നമ്മൾ ഇവിടെ തന്നെ ആയിരിക്കുമ്പോൾ, നമ്മൾ അവിടത്തേക്ക് വേണ്ടി ഇവിടെ ആയിരിക്കുന്ന സമയത്ത് പ്രിയ സഹോദരങ്ങളെ നമ്മൾ നിക്ഷേപം കരുതി, മരണത്തിനപ്പുറത്തുള്ള ജീവിതത്തിന് വേണ്ടി ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ അവിടത്തേക്കുള്ള നിക്ഷേപങ്ങൾ നമ്മൾ കരുതി വെക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ശരിക്കും നോക്കണത് പ്രിയ സഹോദരങ്ങളെ, ഞാൻ എന്തെങ്കിലും സ്വർഗത്തിനായിട്ട്, പ്രിയ സഹോദരങ്ങളെ, ഇവിടേക്ക് ഒരുപാട് നിക്ഷേപങ്ങൾ നമ്മൾ കരുതി വെച്ചിട്ടുണ്ടായിരിക്കും. എന്നാൽ സ്വർഗത്തിനായിട്ട് ഞാൻ എന്തെങ്കിലും നിക്ഷേപം കരുതിയിട്ടുണ്ടോ? എൻ്റെ മക്കൾ സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കണം, സ്വർഗത്തിന് വേണ്ടി നിക്ഷേപങ്ങൾ എൻ്റെ മക്കൾ എന്തെങ്കിലും കരുതിയിട്ടുണ്ടോ? ഒന്ന് ആത്മശോധന ചെയ്യാനായിട്ട് കർത്താവ് കർശനമായിട്ട് പ്രിയ സഹോദരങ്ങളെ ഈ രാത്രി നമുക്ക് നിർദ്ദേശം നൽകുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ശരിക്ക് ഞാൻ സ്വർഗത്തിനായിട്ട് എന്തെങ്കിലും നിക്ഷേപങ്ങൾ കരുതി വെച്ചിട്ടുണ്ടോ എന്ന് ആഴമായിട്ട് നിങ്ങളൊരു പഠനം നടത്തേണ്ട കാര്യമില്ല. ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. ഞാൻ ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് എൻ്റെ ചിന്ത എന്തിനെക്കുറിച്ചാണ്?
ഞാൻ ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് എനിക്ക് ആകെ കൂടിയുള്ളൊരു ചിന്ത, എനിക്ക് 10 കാശ് എങ്ങനെ ഉണ്ടാക്കാം. ഞാൻ ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് എനിക്ക് ലോകത്തിൻ്റെ ഇമ്പങ്ങൾ, പല വിധത്തിലുള്ള ഇമ്പങ്ങളുണ്ട്, അതിലെനിക്ക് എങ്ങനെ എനിക്ക് ആർമാദിക്കാം. അതാണ് ലോകവുമായിട്ട് താതാത്മ്യപ്പെടുക എന്നത് മാത്രമാണ് എൻ്റെ ഇമ്പമെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ആ കഷ്ടം എന്നാണ് നിന്നെക്കുറിച്ച് കർത്താവ് പറയുക. ആ കഷ്ടം. ഇത് പറയുമ്പോൾ അച്ഛനെ എൻ്റെ ഉള്ളിൽ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ, നമ്മുടെ അന്തോണിസ് പുണ്യാളൻ്റെ ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹം. നമുക്കറിയാം, സാധാരണ രീതിയിൽ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ വർഷങ്ങളെടുത്തിട്ടുള്ള ഒരു പ്രോസസ്സാണ് അല്ലേ അദ്ദേഹം അതിനെ വിശുദ്ധനാക്കി മാറ്റുക എന്നുള്ളത്. ശരിക്കും ഒരുപാട് പഠനങ്ങളും അതുപോലെ തന്നെ അത്ഭുതങ്ങൾ സ്ഥിരീകരിക്കലും കാര്യങ്ങളും, അങ്ങനെ ശരിക്കും സഭ കർശനമായിട്ട് നോക്കിയിട്ടാണ് ഒരു വ്യക്തിയെ വിശുദ്ധനാക്കി പറിക്കുക. എന്നാൽ അന്തോണിസ് പുണ്യാളൻ്റെ കാര്യത്തിൽ സഹോദരങ്ങൾ ഒറ്റ വർഷത്തിനുള്ളിൽ, കാരണം ഭൂമിയിലായിരിക്കുന്ന സമയത്ത് അതുപോലെ പ്രകടമായ വിധത്തിൽ ഈശോയോട് ചേർന്ന് നടന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച മനുഷ്യനാണ് അന്തോണിസ് പുണ്യാളൻ. അന്തോണിസ് പുണ്യാളൻ ഇറ്റലിയിലായിരുന്ന സമയത്ത് ഒരു കാര്യമാണ്, അതായത് ഒരു വലിയ ധനാഢ്യൻ മരണമടഞ്ഞു. വലിയൊരു ധനാഢ്യനാണ്. അങ്ങനെ ശരിക്കും ഈ മനുഷ്യൻ മരിച്ചു, അദ്ദേഹത്തിൻ്റെ ബെറിയലിൻ്റെ സമയമായി. അപ്പോൾ ഇറ്റലിയിലെ മിലാൻ ദേശത്ത് അങ്ങനെ മൃതസംസ്കാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുക്കി. അങ്ങനെ അന്ന് അന്തോണീസ് കൊച്ചച്ചൻ, അന്ന് പുണ്യാളനല്ല, അന്തോണീസ് കൊച്ചച്ചനാണ് അന്ന് ബെറിയൽ ശുശ്രൂഷയ്ക്ക് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബെറിയൽ ശുശ്രൂഷയുടെ സമയത്ത് അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയുണ്ട്, അദ്ദേഹത്തിൻ്റെ മക്കളുണ്ട്, ബാച്ച് മേറ്റ്സ് ഉണ്ട്, ബാർ മേറ്റ്സ് ഉണ്ട്, അങ്ങനെ എല്ലാവരും തന്നെ അവിടെയുണ്ട്. അങ്ങനെ എല്ലാവരും ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ അന്തോണിസ് പുണ്യാളൻ മൃതശരീരത്തിൻ്റെ മുൻപിൽ അന്തോണിസ് പുണ്യാളൻ ഊറാറയ്ക്ക് അവിടെ ഇട്ട് നിൽക്കുകയാണ്. അങ്ങനെ അന്തോണിസ് പുണ്യാളൻ നോക്കുന്ന സമയത്ത് അന്തോണിസ് പുണ്യാളൻ ഈ മൃതശരീരത്തിലേക്ക് നോക്കിയപ്പോൾ, അന്തോണിസ് പുണ്യാളൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ശരിക്കും വിശുദ്ധനായ ഒരു മനുഷ്യനാണെന്ന് നമുക്കറിയാമല്ലോ പ്രിയ സഹോദരങ്ങളെ. അന്തോണിസ് പുണ്യാളൻ കാണുന്ന കാഴ്ച എന്താണെന്ന് അറിയാവോ? ഈ മൃതശരീരത്തിന് ചുറ്റും പിശാചുകൾ കിടന്ന് നൃത്തം ചെയ്യുന്നതാണ് അന്തോണിസ് പുണ്യാളൻ കാണുന്നത്. പ്രിയ സഹോദരങ്ങളെ, അത് കണ്ട മാത്രയിൽ തന്നെ അന്തോണിസ് പുണ്യാളൻ പറഞ്ഞു, ദേ ഈ ധനവാൻ നരകത്തിൽ കിടക്കുന്നു, ഈ ധനവാൻ നരകത്തിൽ കിടക്കണു. പ്രിയ സഹോദരങ്ങളെ, ഇത് പറഞ്ഞ മാത്രയിൽ ജനാകെ അസ്വസ്ഥരായി. അതായത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കും, നമ്മുടെ അപ്പൻ്റെ മൃതസംസ്കാര ശുശ്രൂഷയ്ക്ക് വന്നിട്ട് അച്ഛൻ ഈ മാതിരി ഒരു കമൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? പ്രിയ സഹോദരങ്ങളെ, എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ അപ്പൻ, എൻ്റെ സുഹൃത്ത് നരകത്തിലെ കിടക്കണമെന്ന് പറയാൻ അച്ഛനാരാ? സഹോദരങ്ങളെ, ശരിക്ക് ജനം ഈ അന്തോണീസ് അച്ഛനെതിരെ ആക്രോശിച്ചു തുടങ്ങി. അന്തോണീസ് പുണ്യാളന് ഒരു കുലുക്കുമില്ല. അന്തോണിസ് പുണ്യാളൻ അവിടെ നിന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് തോന്നുന്ന പക്ഷം ആ മൃതശരീരത്തിൻ്റെ അടുത്ത് കിടക്കുന്ന പണസഞ്ചി അത് തുറന്നു നോക്കുക, അവിടെ തുടിക്കുന്ന ഒരു ഹൃദയം നിങ്ങൾ കാണും. സഹോദരങ്ങളെ, ശരിക്കും ജനം ആദ്യം അത് ശരി, ഞങ്ങൾ അതിലൊന്നും നോക്കട്ടെ, അതിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ലെങ്കിൽ ആദ്യം അപ്പൻ്റെ അടക്ക് പിന്നെ അച്ഛൻ്റെ അടക്ക് എന്ന രീതിയിൽ അവർ ശരിക്കും ആദ്യം പ്രിയ സഹോദരങ്ങളെ ആ പണക്കിഴി ഒന്ന് തുറന്നു നോക്കി. പ്രിയ സഹോദരങ്ങളെ, ഇറ്റലിയിൽ മിലാൻ ദേശത്ത് സെക്യുലറിസം കട്ട പിടിച്ചു വാണ കാലത്ത് അനേകം ധനാഢ്യരുടെ മാനസാന്തരത്തിന് ഇടയാക്കിയ ഒരു സംഭവമാണ്. അതായത് ആ തുടിക്കുന്ന ഹൃദയം, ആ പണസഞ്ചിയിൽ സഹോദരങ്ങളെ അവിടെ കാണുകയാണ് ഒരു ഈ ധനാഢ്യൻ്റെ തുടിക്കുന്നൊരു ഹൃദയം. പ്രിയ സഹോദരങ്ങളെ, അവിടെ അവർ കാണാനായിട്ട് ഇടയായി. അതുകൊണ്ടാണ് പ്രിയ സഹോദരങ്ങളെ വചനത്തിൽ ഇങ്ങനെ പറയുന്നത്, നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ നിൻ്റെ ഹൃദയം. നിൻ്റെ നിക്ഷേപം എവിടെയാണോ അവിടെ. അതുകൊണ്ടാണ് നീ എന്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്, നിൻ്റെ ഹൃദയം അവിടെയായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയ സഹോദരങ്ങളെ ബാറൂക്ക് പ്രവചനം, വിശുദ്ധ ബാറൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിലെ 17-ാം തിരുവചനം, എത്ര കിട്ടിയാലും മതിവരാത്ത സ്വർണത്തിലും വെള്ളിയിലും വിശ്വാസം അർപ്പിച്ച് അത് സംഭരിച്ചു വെക്കുന്നവരെവിടെ? പണം നേടാൻ ആർത്തി പൂണ്ട് അതിരറ്റ് അധ്വാനിക്കുന്നവരെവിടെ? അവർ തുടർന്ന് പറയാണ്, അവർ അപ്രത്യക്ഷരായി പാതാളത്തിൽ നിബദിച്ചു. അവർ അപ്രത്യക്ഷരായി പാതാളത്തിൽ നിബദിച്ചു. സഹോദരങ്ങളെ, നമ്മുടെ പൂർവീകരെ നമ്മുടേക്കാൾ കേമന്മാരായിരുന്നില്ലേ? അവർക്കിപ്പോൾ എന്തു പറ്റി? ഇനി തുടർന്ന് വചനം പറയാണ്, പുതുതലമുറ പകൽ വെളിച്ചം കാണുകയും ഭൂമിയിൽ വസിക്കുകയും ചെയ്തു, എന്നാൽ അറിവിലേക്കുള്ള മാർഗം അവരും പഠിക്കുന്നില്ലല്ലോ. നമ്മെക്കുറിച്ച് പ്രിയ സഹോദരങ്ങളെ, ഈ ഷാലോമിൻ്റെ നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നാം ഓരോരുത്തരെയും കുറിച്ച് കർത്താവിന് പറയാനുള്ള വേദനയാണത്. അവരിതെല്ലാം കാണുന്നുണ്ടല്ലോ, അവരിതിനെക്കുറിച്ച് അറിയുന്നുണ്ടല്ലോ, എന്നിട്ട് എന്തേ അവർ തിരിച്ചു വരാത്തത്?
ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ശരിക്ക് ഈ ഒരു ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ കർത്താവ് നിത്യതയ്ക്ക് വേണ്ടി കർത്താവെ നിത്യതയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുവാൻ, അധ്വാനിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നമ്മൾ പ്രിയ സഹോദരങ്ങളെ, ഈ സമയത്ത് നമ്മൾ നിത്യതയെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിച്ച നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കല്യാണത്തിൻ്റെയൊക്കെ പരസ്യത്തിൽ നമ്മൾ കൊടുക്കാറുണ്ട് അതിപുരാതന കത്തോലിക്ക കുടുംബം. പക്ഷേ കാര്യം വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഓടിപ്പോവും. അത് വേറെ കാര്യം. 21-ാം നൂറ്റാണ്ടിലെ ആദിമ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ് ആൻറ്റോ അക്കര എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് ഒരു മനോഹരമായ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അത് 2008 നടന്ന കണ്ടമാലിൽ, ഒറീസയിലെ കണ്ടമാലിൽ നടന്ന ക്രൈസ്തവ പീഡനത്തെക്കുറിച്ചാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് ഏതാണ്ട് 30 പേരാണ് ആ കലാപത്തിൽ മരിച്ചത് എന്ന് പറയുമ്പോൾ ആൻറ്റോ അക്കര അദ്ദേഹം അവിടെ പോയി ആൾക്കാരൊക്കെ ഇൻ്റർവ്യൂ നടത്തി. അദ്ദേഹം പറയുകയാണ് 100-ലധികം പേര് യേശുവിനെ പ്രതി മരിച്ചിട്ടുണ്ട്. എങ്ങനെ അവർ മരിക്കാൻ കാരണം എന്താ? ഒറ്റ കാര്യമുള്ളൂ. അതായത് ഈ വർഗീയവാദികൾ അവിടെ വന്നിട്ട് ഇവരോട് ഒറ്റ കാര്യം പറയുള്ളൂ, നീ നിൻ്റെ ക്രിസ്തുമതം ഉപേക്ഷിക്കാനായിട്ട് നീ ഒരുക്കമാണോ? നീ ക്രിസ്തുവിനെ ഉപേക്ഷിക്കാൻ ഒരുക്കമാണോ? അവർ പറഞ്ഞു, ഞങ്ങൾ ഒരുക്കമല്ല. അവരെ പട്ടീനെ തല്ലുന്നത് പോലെ തല്ലിയും. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ശരിക്ക് 100-ലധികം പേരെ ശരിക്ക് ഈശോയ്ക്ക് വേണ്ടി മരണപ്പെട്ടിട്ടുണ്ടെന്നാണ് 21-ാം നൂറ്റാണ്ടിലെ ആദിമ ക്രൈസ്തവർ ആ പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ശരിക്ക് ഈ ഒന്നും അറിയാത്തവരാണ് ഈ ഒറീസയിലെ മനുഷ്യരെന്ന് പറയുന്നത്. ഈ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചിട്ട് വളരെ നിസ്സാര വർഷങ്ങൾ. പക്ഷേ പ്രിയ സഹോദരങ്ങളെ, അവർക്കൊരു ബോധ്യം ഉണ്ടായിരുന്നു, തങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് ഈ ലോക ജീവിതത്തിന് വേണ്ടിയല്ല. ഈ ലോക ജീവിതത്തിന് വേണ്ടിയാണ് നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കുന്നതെങ്കിൽ നിങ്ങളാണ് ഹതഭാഗ്യവാന്മാർ. സഹോദരങ്ങളെ, നമ്മളെക്കുറിച്ച് ഇന്നൊരു പക്ഷേ കേരള സഭയെക്കുറിച്ച് കർത്താവ് വേദനിക്കുന്നുണ്ടാകും. ഈ ലോകത്തിന് വേണ്ടിയാണ് മക്കളെ നിങ്ങൾ ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിക്കുന്നതെങ്കിൽ നിങ്ങളാണ് ഹതഭാഗ്യവാന്മാർ. ഒന്നുമില്ലാത്ത മനുഷ്യരെ പ്രിയ സഹോദരങ്ങളെ, ഇന്നലെ അവർ ക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞുള്ളൂ, പക്ഷേ അവർ മരിക്കാൻ റെഡിയായി. കാരണം എന്താ അറിയാവോ? അവർക്കറിയാം ഇതിനപ്പുറത്ത് ഞങ്ങൾക്ക് നിത്യമായ ഒരു വസതിയുണ്ട്. എൻ്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയല്ലോ. ഈ ഒരു ബോധ്യം, പാട്ട് നമുക്കറിയാം, ഇതിൻ്റെ ബോധ്യം അവർക്കും അറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മളിങ്ങനെ ഒരു ഞായറാഴ്ച കടം തീർക്കുന്ന ക്രിസ്ത്യാനികൾ എന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമുക്ക് പ്രിയ സഹോദരങ്ങൾ എന്തേരം താലന്ത് കർത്താവ് നൽകിയിട്ടുണ്ട്. മറ്റു സ്ഥലങ്ങളിലുള്ള ക്രൈസ്തവരെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരള സഭയിൽ പ്രിയ സഹോദരങ്ങളെ എന്തുമാത്രം താലന്ത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് സധൈര്യം പ്രിയ സഹോദരങ്ങൾ, ഈ ഒരു ക്രിസ്തു അനുഭവം, മരണത്തിനപ്പുറത്തുള്ള ഒരു ജീവിതത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ക്രിസ്തു അനുഭവത്തിലേക്ക് പ്രിയ സഹോദരങ്ങളെ കർത്താവ് നമ്മളെ നിരന്തരം ക്ഷണിക്കുന്നുണ്ട്. ആ ക്ഷണം നമ്മൾ അവഗണിക്കരുത്, ആ ക്ഷണത്തെ നമ്മൾ നിഷേധിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരങ്ങളെ, ശരിക്ക് മരിക്കാൻ ഭയമില്ലാത്ത വിധം ജീവിക്കുന്നതാണ് യഥാർത്ഥ ജീവിതം. ഇത് ഞാൻ പറഞ്ഞതല്ല, അമ്മത്രേസ്യ, അതായത് വലിയൊരു മിസ്റ്റിക്കാണ് അമ്മത്രേസ്യ പറയാണ്, മരിക്കാൻ ഭയമില്ലാത്ത വിധം ജീവിക്കുന്നതാണ് യഥാർത്ഥ ജീവിതം. ജോൺ മരിയ വിയാനി വൈദികരുടെ മധ്യസ്ഥനാണ്. അദ്ദേഹം പറയാണ്, നിലത്ത് വീണാൽ ചിതറിപ്പോകുന്ന ജലത്തുള്ളി പോലെയാണ് മനുഷ്യജീവിതം. നിലത്ത് വീണാൽ ചിതറിപ്പോകുന്ന ജലത്തുള്ളി പോലെയാണ് മനുഷ്യജീവിതം. പ്രിയ സഹോദരങ്ങളെ, ശരിക്ക് ഈ ഒരു ജീവിതത്തിന് വേണ്ടിയാണ്, ഈ ഒരു ക്ഷണിക ജീവിതത്തിന് വേണ്ടിയാണ് പ്രിയ സഹോദരങ്ങളുടെ മുഴുവൻ ശ്രദ്ധ, മുഴുവൻ സമ്പത്ത് നമ്മൾ സ്വരുക്കൂട്ടുന്നത് ഈ ഒരു ജീവിതത്തിന് വേണ്ടിയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എൻ്റെ ഈ ഒരു ജീവിതം പ്രിയ ഇതൊരു 50 വർഷത്തേക്ക് ബലിഷ്ഠമായിട്ട് പണിയപ്പെട്ടതാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പോട്ടെ, എന്നെ ശ്രമിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മൾ വീടുകളിലിരിക്കുമ്പോൾ, അതായത് ഇത് എന്തായാലും ഒരു 10 വർഷത്തേക്ക് ഇത് ബലിഷ്ഠമായിട്ട് പണിയപ്പെട്ടതാണ് പറയാൻ പറ്റൂ. പോട്ടെ, 1 വർഷം. സഹോദരങ്ങളെ, സുബോധമുണ്ടെങ്കിൽ നേരത്തിന് നേരം നാളെ, അതായത് നാളെ ഈ സമയം എനിക്ക് കാണാൻ പറ്റും എന്ന് സുബോധം ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അത്രയും അസ്ഥിരമാണ് ഈ ജീവിതമെങ്കിൽ ഈ ജീവിതത്തിന് വേണ്ടിയാണോ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ മുഴുവൻ ശ്രദ്ധയും സമ്പത്തും അതിൻ്റെ സ്വാധീനങ്ങളും സമയവും നമ്മൾ കൊടുക്കേണ്ടത്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരിക്ക് സിറോ മലബാർ സഭയുടെ മൃതസംസ്കാര ശുശ്രൂഷയിലെ ഇതെല്ലാം അർത്ഥമാക്കുന്ന ഒരു പാട്ട്, അസ്ഥിരമല്ലോ ഭുവനവും അതിലെ ജഡികാശകളും നീർപ്പോളകൾ പോലെല്ലാം മാഞ്ഞടിയുന്നു. ഈ ലോകത്തിലെ നമ്മുടെ ജീവിതത്തെ കുറിച്ചിട്ട് പറയണത്, ഈ വെള്ളത്തിലെ കുമിളകൾ, അതിൻ്റെ ആയുസ് ഏതാനും നിമിഷങ്ങളെ അതിന് ആയുസുള്ളൂ. അതുപോലെയാണ് മനുഷ്യർ. അതുകൊണ്ട് സഹോദരങ്ങളെ,
സഭാപ്രസംഗന്റെ പുസ്തകത്തിലെ 11-ാമത്തെ അധ്യായം, വൃക്ഷം വടക്കോട്ട് വീണാലും തെക്കോട്ട് വീണാലും വീണടുത്ത് തന്നെ കിടക്കും, മരണശേഷം ആർക്കും ഒരു യോഗ്യതയും നേടാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മുടെ കർത്താവ് മരണത്തെക്കുറിച്ച് നൽകുമ്പോൾ 1-ാമത്തെ നിർദ്ദേശം, നിങ്ങളെപ്പോഴും ജാഗരൂകരായിരിക്കുവിൻ. നമ്പർ 2, 2-ാമത്തെ നിർദ്ദേശം, മരണത്തിന് അപ്പുറത്തുള്ള ജീവിതത്തിന് വേണ്ടി മരണത്തിന് ഇപ്പുറത്ത് ആയിരിക്കുമ്പോൾ തന്നെ നാം നിക്ഷേപങ്ങൾ കരുതി വെക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് 2 കരങ്ങളൊന്ന് ഉയർത്തി സ്വതന്ത്രമായിട്ട് സ്തുതിക്കാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ കർത്താവേ, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ധ്യാനിക്കുവാൻ, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് കർത്താവെ പ്രാർത്ഥിക്കുവാൻ, അതിനെക്കുറിച്ച് വെളിപ്പെടുത്തലുകൾ ഞങ്ങൾക്ക് നൽകുവാൻ കർത്താവേ ഇങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് സമയം അല്പം വൈകിട്ടുള്ളതുകൊണ്ട് ഇനി വിധി, സ്വർഗം, നരകം, അത് ഒരു അവിയൽ പരുവത്തിൽ വളരെ പെട്ടെന്ന് അച്ഛൻ അത് പറയാൻ പോവാണ്. അതിന് മുന്നോടിയായിട്ട് അച്ഛൻ അച്ഛൻ്റെ ഒരു അനുഭവം, അച്ഛനായിട്ട് ഉണ്ടായ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹമുണ്ട്. അച്ഛൻ കുണ്ടുകാട് എന്ന് പറഞ്ഞ പള്ളിയിലായിരിക്കുന്ന സമയത്ത് അവിടെ ഒരു 3-3:30 സമയത്ത് ഒരു ഈവനിങ് ആഫ്റ്റർനൂൺ, ആ സമയത്ത് ഒരു 3:30 സമയത്ത് സഹോദരങ്ങൾ ഒരു അമ്മച്ചി അച്ഛനെ കാണാൻ 10-65 വയസ്സൊക്കെ ഉണ്ടായിരിക്കും. ആ അമ്മച്ചി ശരിക്ക് വന്ന് വലിയ വേദനയോട് കൂടിയിട്ടാണ്. കാരണം മദ്യപാനിയായ ഭർത്താവ്, 3 മക്കൾ, അവരതിനേക്കാൾ മോശം. അങ്ങനെ ശരിക്ക് അങ്ങനെ സങ്കടപ്പെട്ട് ഈ അമ്മച്ചി ഇവരെയെല്ലാം പ്രാഗാണ്. ജീവിത പങ്കാളി അയാളെ കല്യാണം കഴിച്ച് അന്ന് തുടങ്ങിയതാണ്. മക്കൾ വന്നപ്പോൾ മക്കൾ ആശ്വാസമാവുന്ന അതിനേക്കാൾ മോശമാണ് മക്കളെന്ന് പറഞ്ഞ് ശരിക്കും പ്രാഗ് സഹോദരങ്ങളെ, ജീവിത പങ്കാളി 3 മക്കളെയും. അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മച്ചി അവർ ഈശോയെ അറിയാത്തത് കൊണ്ടൊക്കെ അല്ലേ അവർ ഇങ്ങനെയൊക്കെ ജീവിക്കണത്, സാരല്ലേ അമ്മച്ചി, അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നൊക്കെ ഞാനൊന്ന് തണുപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ശരിക്കും അമ്മച്ചി പിന്നെ എൻ്റെ മേക്കെട്ടൊക്കെ അമ്മച്ചി പറയണം, ദേ അച്ഛ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് അധികം വന്നാണ്ടല്ലോ, എനിക്ക് ഒരു കഷ്ണം കയറ് മതി എൻ്റെ ജീവിതം അവസാനിപ്പിക്കാനായിട്ട്. ഒരു കഷ്ണം കയറ്, പിന്നെയാണ് എനിക്കത് പാരച്യൂട്ടിൽ ഇറങ്ങുന്ന സംഭവമാണെന്ന് മനസ്സിലായത്. അതായത് ഈ അമ്മച്ചി പറയണം ആത്മഹത്യ ചെയ്യാം. അവിടെ നിന്ന് ഇറങ്ങിപ്പോയി പുള്ളി. എനിക്കാണെങ്കിൽ പ്രിയ സഹോദരങ്ങൾ ഒരു ഭയങ്കര വിഷമമായി. കാരണം ആത്മഹത്യ ചെയ്യാന്നല്ലേ പറയുന്നത്. ശരിക്ക് ജീവൻ നൽകിയ കർത്താവിന് മാത്രമല്ല ജീവൻ എടുക്കാനുള്ള ഒരു അവകാശമുള്ളൂ. ശരിക്കും എന്തേലും വലിയ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് സഹോദരങ്ങളെ. സാധാരണ രീതിയിൽ എനിക്ക് ഒരു അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ വേറെ മനുഷ്യന്മാരുടെ അടുത്ത് കണ്ട ഷെയറിങ് അങ്ങനെ പോകാറില്ല. എനിക്കൊരു വേദന വന്നു കഴിഞ്ഞാൽ സാധാരണ ഞാൻ ഈശോയുടെ അടുത്തേക്ക് പോകും. അവിടെ സക്രാരി, അതായത് പരിശുദ്ധ കുർബാനയുള്ള, ഞാൻ വികാരിച്ചനായതുകൊണ്ട് അവിടെ സക്രാരി ദേവാലയമുണ്ട്, സക്രാരി ഉണ്ട്, ഈശോ ഉണ്ട്. ഞാൻ വേഗം അവിടെ പോയിരിക്കും. ഏത് മനുഷ്യനോട് നമ്മൾ ഷെയർ ചെയ്യുന്നതിനേക്കാൾ ആശ്വാസം യേശുവിൻ്റെ അടുത്ത് ഷെയർ. ഞാൻ അവിടെ കുറച്ച് നേരം വെറുതെ ഇരുന്നു. എനിക്ക് ഭയങ്കര അസ്വസ്ഥതയായി. പുള്ളി ആത്മഹത്യ ചെയ്യാമെന്ന് ഒരു പക്ഷേ തമാശയ്ക്കാണ് പറഞ്ഞതെങ്കിൽ പോലും, അല്ലെങ്കിൽ അത്ര ഗൗരവമില്ലാതെ ആയിരിക്കാം പറഞ്ഞതെങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് അസ്വസ്ഥപ്പെടുത്തി. ഞാൻ എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ശരിക്കും ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ശരിക്കും ആത്മഹത്യ ചെയ്ത് അല്ലെങ്കിൽ ഒരു വ്യക്തി ശുദ്ധീകരണ സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ വ്യക്തി അനുഭവിക്കുന്ന വേദന എന്താണ് എന്ന് ഞങ്ങളെ സെമിനാരിയിൽ പഠിപ്പിച്ച ഒരു പ്രൊഫസർ എന്നോട് പറഞ്ഞത് അന്ന് എനിക്ക് ഓർമ്മ വന്നു. എന്താണെന്ന് അറിയാവോ? ആ ഒരു ഉദാഹരണം പറയാം. ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൻ്റെ മുൻപിൽ ഒരു മാവുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ മാവ് മാർച്ച് ഏപ്രിൽ മാസമാണ്, നല്ല ചൂടാണ്. അപ്പോൾ നല്ല ചൂട് വന്നപ്പോൾ ഈ മാവിന് അപ്പുറത്ത് മാറിയിട്ട് ഒരു തണലപ്പുറത്ത് അല്പം നീങ്ങിക്കഴിഞ്ഞ തണലുണ്ട്. ഈ മാവിന് ഒരു 3 അടി നീങ്ങിയിട്ട് തണലിലേക്ക് നിൽക്കാൻ പറ്റൂ? അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഭയങ്കര ചൂട്. ഇന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം. ഈ മാവിന് വെള്ളം കുടിക്കാൻ പറ്റുമോ? അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അപ്പുറത്തെ വീട്ടിലെ ശിവരാമേട്ടൻ വലിയൊരു മഴു പിടിച്ചു വരുവാണ്. ഈ മഴു പിടിച്ചിട്ട് ഈ മാവിനെ വെട്ടാൻ വരുവാണ്. അപ്പോൾ ദേ ഇങ്ങനെ കൈ ഓങ്ങി നിൽക്കുകയാണ്, ഇപ്പോൾ വെട്ടും. അയ്യോ ദേ ശിവരാമേട്ടൻ എന്നെ വെട്ടാൻ വരുന്നേ എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോകാൻ പറ്റുമോ? ഇല്ല. അതായത് എന്താണോ അതിന് അനുവദിക്കപ്പെട്ടത്, അത് നിന്ന് അനുഭവിക്കുകയല്ലാതെ അതിന് വേറൊരു വഴിയില്ല. പ്രിയ സഹോദരങ്ങളെ, ശുദ്ധീകരണ സ്ഥലത്തിലെ യാതനയെക്കുറിച്ച്, അതായത് അവിടെ വേറൊന്നും ചെയ്യാനില്ല. എന്താണോ അനുവദിക്കപ്പെട്ടത് അത് നിന്ന് അനുഭവിക്കുക തന്നെ. അതുകൊണ്ടാണ് സഹോദരങ്ങളെ ശുദ്ധീകരണ സ്ഥലത്തിലെ കഠോര വേദന ശരിക്കും അത്രമാത്രം വലിയ വേദനയാണ്. നിന്തേരം വിശുദ്ധാത്മാക്കൾക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് നമുക്ക് ഫാത്തിമ ജപം നൽകിയിട്ടുണ്ട്. നമ്മൾ എല്ലാ ദിവസവും ജപമാല ചെല്ലുമ്പോൾ ഇടയ്ക്കത് തിരുകുന്നുണ്ട്. സുബോധത്തോടെയാണോ ആവോ? ഇങ്ങനൊരു പ്രാർത്ഥന എന്തായാലും നമ്മുടെ ജപമാല പ്രാർത്ഥനയിലുണ്ട്. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശിഷ്യ
അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള സഹോദരങ്ങളെ. അപ്പോൾ അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ദിനത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ശരിക്ക് സ്വർഗത്തെ ലക്ഷ്യമാക്കി നമ്മൾ പ്രാർത്ഥിക്കണം, സ്വർഗത്തെ ലക്ഷ്യമാക്കി നമ്മൾ ജീവിക്കണം. ഇനി നമ്മൾ പ്രിയ സഹോദരങ്ങളെ, ആരാണ് സ്വർഗത്തിലേക്ക് പോവുക? അതും കൂടി പറഞ്ഞിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ആരാണ് സ്വർഗത്തിലേക്ക് പോവുക? ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ ഇന്ന് ഇവിടുത്തെ ഈ ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷ കഴിഞ്ഞ് അച്ഛനും ടിജോച്ചൻ്റെ കൂടെയാണ്, ടിജോ മുള്ളക്കര എന്ന് പറഞ്ഞ അച്ഛൻ്റെ കൂടെയാണ് വന്ന്. ഞങ്ങൾ 2 പേര് കാറിൽ ഞങ്ങൾ കോഴിക്കോട് നിന്ന് ഇവിടുന്ന് പെരുവണ്ണാമൊഴിയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ട്രെയിലറായിട്ട് ഒരു വലിയൊരു ലോറിയായിട്ട് കൂട്ടിയിടിച്ചു. അങ്ങനെ ഓൺ ദ സ്പോട്ട് അച്ഛൻ മരിച്ചു എന്ന് വിചാരിക്കുക. ടിജോച്ച രക്ഷപ്പെട്ടു, അച്ഛൻ മരിച്ചുപോയി. അങ്ങനെ ശരിക്കും ഞാൻ മരിച്ചു. അപ്പോൾ ഞാൻ എവിടെ പോകാൻ സാധ്യതയുണ്ട്? നിങ്ങളിങ്ങനെ പറയരുത്. കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് ഈ അച്ഛൻ ഞങ്ങളെ വധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഈ അച്ഛൻ നരകത്തിൽ പോകാനാണ് സാധ്യത എന്ന് പറയാൻ പാടില്ല. അച്ഛൻ സ്വർഗത്തിൽ പോവുക എന്ന് നിങ്ങൾ വിചാരിക്കുക സഹോദരങ്ങളെ. അപ്പോൾ അച്ഛൻ സ്വർഗത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ അയ്യോ ആ നൈറ്റ് വിജിൽ ചെയ്ത അച്ഛനാണ് കേട്ടോ, നല്ല തങ്കപ്പെട്ട അച്ഛനാണ് എന്നൊക്കെ ഒരു പക്ഷേ നിങ്ങൾ പറയുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി ശക്തമായിട്ട് അന്ന് പ്രാർത്ഥിച്ചു. അതായത് 6-ാം തീയതി, അതായത് വെള്ളിയാഴ്ച ശനിയാഴ്ച കുർബാനയിലൊക്കെ അയ്യോ നമ്മുടെ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമുണ്ടോ? എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമില്ല. കാരണം ഞാൻ സ്വർഗത്തിലാണ്. ഞാൻ ഉദാഹരണത്തിന് ഞാൻ നരകത്തിലാണ് എന്ന് വിചാരിക്കുക, എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥന ഉപകരിക്കൂ? എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥന ഉപകരിക്കില്ല. കാരണം നരകം നിത്യമാണ്. ഞാൻ ശുദ്ധീകരണ സ്ഥലത്തിലാണെങ്കിൽ മാത്രമാണ് എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥന ഉപകരിക്കുള്ളൂ. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ സഹോദരങ്ങളെ, ആരാണ് സ്വർഗത്തിലേക്ക് പോവുക? അത് അച്ഛനല്ലാതെ സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ 1023 ഖണ്ഡിക പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുകയും പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നവർ. ആരാണ്? ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുകയും പൂർണ്ണമായിട്ട്, വിശുദ്ധി കൂടാതെ ദൈവത്തെ ദർശിക്കാൻ പറ്റില്ല. പൂർണ്ണമായിട്ട് വിശുദ്ധിയുടെ അത് ക്ലിയർ ആണെങ്കിലും മാത്രമാണ് ഡയറക്റ്റ് സ്വർഗരാജ്യ പ്രവേശനം. ഇനി ആരാണ് നരകത്തിലേക്ക് പോവുക? അത് 1033 ഖണ്ഡിക. നാം ദൈവത്തെ സ്വതന്ത്ര മനസ്സോടെ സ്നേഹിക്കുവാനായി നിശ്ചയിക്കുന്നില്ലെങ്കിൽ നമുക്ക് അവിടത്തോട് ഐക്യപ്പെടാൻ കഴിയുകയില്ല. കണ്ടോ, നമ്മൾ ശരിക്കും പ്രിയ സഹോദരങ്ങളെ സ്വതന്ത്ര മനസ്സോടെ നമ്മൾ ആഗ്രഹിക്കണം. കർത്താവിന് വേണ്ട കൃപ നിനക്ക് തരും. അത് ഈ നൈറ്റ് വിജിലിൽ നിനക്ക് ഓൾറെഡി നൽകിക്കഴിഞ്ഞു. നീ ആഗ്രഹിക്കണം ഈ നിമിഷം. നാം ദൈവത്തെ സ്വതന്ത്ര മനസ്സോടെ സ്നേഹിക്കാനായി നിശ്ചയിക്കുന്നില്ലെങ്കിൽ നമുക്ക് അവിടത്തോട് ഐക്യപ്പെടാൻ കഴിയുകയില്ല. എന്നിട്ട് പറയാണ്, മനസ്തപിച്ച് ദൈവത്തിൻ്റെ കരുണാർദ്ര സ്നേഹം സ്വീകരിക്കാതെ മാരകപാപത്തിൽ മരിക്കുക എന്നതിൻ്റെ അർത്ഥം നമ്മുടെ സ്വതന്ത്രമായ തീരുമാനപ്രകാരം എന്നേക്കുമായി ദൈവത്തിൽ നിന്ന് വേർപെട്ടു നിൽക്കുക എന്നാണ്. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് കർത്താവാണെന്ന് നരകത്തിലേക്ക് പറഞ്ഞയച്ചെന്നും ആരും പറയേണ്ട കാര്യമില്ല. സഹോദരങ്ങളെ, നമ്മുടെ സ്വാതന്ത്ര്യം ദുരുപയോഗിക്കുകയാണെങ്കിൽ, കർത്താവിൻ്റെ നിരന്തരം മാനസാന്തരത്തിനുള്ള ക്ഷണത്തെ നമ്മൾ അവഗണിക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ, ആ തീരുമാനത്തിന് ഉത്തരവാദി ഞാൻ മാത്രമാണ്. തുടർന്ന് പറയുന്നത് പ്രിയ സഹോദരങ്ങളെ, 1037 ഖണ്ഡിക: നരകത്തിൽ പോകാൻ ആരെയും ദൈവം മുൻകൂട്ടി നിശ്ചയിക്കുന്നില്ല. കാരണം അതിനെ ദൈവത്തിൽ നിന്ന് മനഃപൂർവ്വമുള്ളൊരു പിന്തിരിയൽ. ഞാൻ നന്നാവില്ല, ഞാൻ വചനം കേൾക്കില്ല, ഞാൻ എൻ്റെ തോന്നിവാസം ചെയ്യും, അതാണ് പറയണത്. നരകത്തിൽ പോകാൻ ആരെയും ദൈവം മുൻകൂട്ടി നിശ്ചയിക്കുന്നില്ല. കാരണം അതിന് ദൈവത്തിൽ നിന്ന് മനഃപൂർവ്വമുള്ളൊരു പിന്തിരിയൽ. അവസാനം വരെ അതിൽ ഉറച്ചു നിൽക്കലും അത്യാവശ്യമാണ്. മനഃപൂർവ്വമുള്ള പിന്തിരിയൽ, അവസാനം വരെ അതിൽ ഉറച്ചു നിൽക്കലേ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ കർത്താവിൻ്റെ ഈ വചനത്തിൻ്റെ മുൻപിലായിരിക്കുമ്പോൾ ഈശോ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ ഒരു സ്വർഗീയ ഭവനം നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്, പിതാവ് ഒരുക്കിയിട്ടുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം: ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായൊരു സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ട്. വാസ്തവത്തിൽ ഞങ്ങൾ ഇവിടെ നെടുവേർപ്പെടുകയും സ്വർഗീയ വസതി ധരിക്കാൻ വെമ്പൽ കൊള്ളുകയുമാണ്. സഹോദരങ്ങളെ, വാസ്തവത്തിൽ ക്രൈസ്തവ ജീവിതം സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതമാകണം. ഇന്ന് നമ്മുടെ സഹോദരങ്ങളെ, ലോകവും ലോകത്തിൻ്റെ ഇമ്പങ്ങളും സഹോദരങ്ങളെ നമ്മളെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് മാപ്പ് ചോദിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ കൂപ്പാം. കർത്താവേ, ലോകത്തെക്കുറിച്ച് മാത്രമാണ് ഇന്ന് ഞാൻ
ചിന്തിക്കുന്നതെങ്കിൽ ആ കഷ്ടം എന്നാണ് സ്വർഗം എന്നെക്കുറിച്ച് പറയുന്നത്. ലോകമാണ് നിന്റെ ആശയെങ്കിൽ ലോകം കടന്നു പോകും, പോയി മറയും. ഇന്നു മരണം നിന്നെ തൊട്ടു വിളിച്ചെന്നാൽ ലോകത്തെ കൈവിട്ട് പോയിടേണം. ലോകമാണ് നിന്റെ ആശയെങ്കിൽ ലോകം കടന്നു പോകും, പോയി മറയും. ഇന്നു മരണം നിന്നെ തൊട്ടു വിളിച്ചെന്നാൽ ലോകത്തെ കൈവിട്ട് പോയിടേണം. യേശു നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. പറുദീസായായി അമ്മ ദൈവത്തിനു പാർക്കാം, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാം. പറുദീസായായി അമ്മ ദൈവത്തിനു പാർക്കാം, പുണ്യാശ്രമമായി